പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു വചനം 2 പത്രോസ് വചനോട് എഴുന്നേറ്റ് നിൽക്കാം. ഒരു വചനം ഇന്ന് എടുക്കുന്ന വിഷയം ഒരു പരിപൂർണ മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ച. അതായത് ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ എങ്ങനെ വളരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്നുവോ ആ വളർച്ചയാകുന്നു നാം ഇന്ന് എടുക്കേണ്ടത്. മുൻപ് ഇവിടെ വന്നവർ പരിശോധിക്കുക, നാം ഇപ്രകാരമാണോ ക്രിസ്തുവിൽ വളർന്നത്? ഇപ്പോൾ കർത്താവ് വന്നാൽ നാം പോകുമോ? ഒരു ക്രിസ്തു വിശ്വാസി എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവിന്റെ ഇഷ്ടപ്രകാരം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 പത്രോസ് 1-ാമത്തെ അധ്യായം 1 മുതൽ 9 വേദഭാഗങ്ങൾ. 10 വരെ, 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. 2 പത്രോസ് 1-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായതുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഈ വക നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പേൻ. പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കണം. ഇവിടെ പൊതുവിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾ വന്ന ദാഹം എന്തെന്നും നിങ്ങൾക്ക് കർത്താവിനോട് അറിയിക്കേണ്ടതുണ്ട്. ഈ ദൈവത്തിന്റെ വചനപ്രകാരം ആണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് ദൈവം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്നാമത് ഈ തരം സ്വഭാവം നാമിൽ ഉണ്ടായിരിക്കണം. കരുണയുള്ള കർത്താവേ, വേദഭാഗം വായിച്ചു തന്നിരിക്കുന്നത്, എഴുതി തന്നിരിക്കുന്നു. ഇവിടെ വ്യക്തമായി പറയുന്നു, അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് ഔവണ്ണം സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് ലഭിച്ച സഭയോട് പറയുകയാണ്, ക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ, നോക്കൂ, നിസ്സാരമെന്ന് കാണരുത്, ഞങ്ങൾക്ക് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് മാത്രമായിട്ട് എഴുതുകയാണ്. വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു കൂട്ടരോട് അതേ വിശ്വാസം, വിലയേറിയ വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നു, ഞാൻ കേൾക്കുന്നു എന്നല്ല. വിശ്വാസം എന്ന് പറയുന്നത് ലോക മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഒരു കാഴ്ച കർത്താവ് എന്റെ വിശ്വാസം നിമിത്തം എന്റെ ഹൃദയത്തിൽ കാണിച്ചു തന്ന ഒരു സീൻ ആണ്. ആ കാഴ്ച ഞാൻ കണ്ടു എങ്കിൽ മാത്രമാണ് ദൈവം എന്നെ വിശ്വാസിയായി കണക്കിടുന്നത്. അപ്പോസ്തലന്മാർ ഇങ്ങനെ കാഴ്ചയുള്ളവരായിരുന്നു.
അതേ കാഴ്ച പ്രാപിച്ചവർ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. എന്നാൽ അതും സഭയിൽ പഠിപ്പിക്കേണ്ടതാകുന്നു. ലോക മനുഷ്യർക്ക് കാണാൻ കഴിയാത്തതും അപ്പോസ്തലന്മാർ കണ്ടതുമായ ഒരു കാഴ്ച, അതായത് 3 വ്യക്തിയല്ല, 3 ചേർന്ന ഒരുവനല്ല, ഒരുവൻ തന്നെയാണ് 3 സ്ഥാനത്തും വന്നത് എന്ന് വിശ്വസിക്കാത്തവരെല്ലാം പാപത്തിൽ മരിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർക്കുള്ള അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവരല്ല. എന്നാൽ അത് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം നേടി ദൈവകൃപയാൽ ഇവിടെ ആയിരിക്കുന്ന നമ്മെ കുറിച്ചാകുന്നു പറയുന്നത്. അത് ഒന്നാമതായി അറിയുക. അങ്ങനെ വിലയേറിയ വിശ്വാസം എന്ന ആർക്കും കാണാൻ കഴിയാത്തതും അപ്പോസ്തലന്മാർ കണ്ടതുപോലത്തെ കാഴ്ച കണ്ടവർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഇനി തുടർന്നുള്ള വചനങ്ങൾ പഠിപ്പിക്കുമ്പോൾ നാം അങ്ങനെയാണോ എന്ന് പരിശോധിക്കണം. അതിനായി നമ്മെ സഹായിക്കണമേ. അവണ്ണമല്ലെങ്കിൽ അവണ്ണമായി തീരുവാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇരിക്കാം എല്ലാവർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മളിവിടെ മെയിൻ പറഞ്ഞത് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസമുള്ളവർക്ക് എഴുതുന്നു വെച്ചാൽ അവർക്ക് എന്തോ നമ്മളെ പഠിപ്പിക്കാനുണ്ട്. ആർക്ക്? കർത്താവിന്. അപ്പോസ്തലനല്ല, അപ്പോസ്തലൻ കണ്ടു, അപ്പോസ്തലന്മാരെ കർത്താവ് കാണിച്ചു കൊടുത്ത, അവരുടെ വിശ്വാസം നിമിത്തം കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്ത പ്രകാരമാണ് അവർ സഭയെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇഷ്ടപ്രകാരമല്ല, കർത്താവിന്റെ ഇഷ്ടപ്രകാരമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സഭയെ അല്ലെങ്കിൽ കർത്താവിന്റെ മണവാട്ടി ഏതാണ് സഭ? ദൈവസഭ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസഭയിൽ എന്തുണ്ട്? 3 ടൈപ്പ് ജനവും ഉണ്ട്. അതിനുള്ളിൽ നിന്ന് ദൈവത്തിന്റെ ജനം അവരവരുടെ ദാഹത്തിനനുസരിച്ച്, വചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അളക്കുന്ന അളവിനാൽ അളന്ന് കിട്ടും. നമ്മൾക്ക് കർത്താവിനുള്ള ദാഹം, ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ആര് വളരുന്നുവോ അവരെ മാത്രമാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. സ്പേസിലേക്ക് പോകുന്ന ഒരു വ്യക്തി സ്പേസിന്റെ അന്തരീക്ഷത്തിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അവിടുത്തെ ആഹാരവും അവിടുത്തെ കാലാവസ്ഥയും എല്ലാം ഇവിടെ പ്രാക്ടീസ് ചെയ്ത് ആര് വിജയിക്കുന്നുവോ അവരെ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. പ്രാക്ടീസിന് ധാരാളം ആൾക്കാർ വരും. അതുപോലെ തന്നെയാണ് നാമും ഇന്ന് ദൈവരാജ്യത്തിലേക്ക് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ബോർഡിൽ കാണുന്ന കാര്യമാണ്. ഇതാണ് നമ്മളിവിടെ വായിച്ചത്. നോക്കാം, അതോടെ പഠിപ്പിക്കാം. ഓക്കെ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരല്ലാതെയും ഇരിക്കുകയില്ല. അപ്പൊ ഇത് ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിന്റെ ജനമായുള്ളൂ. അതോടെ നോക്കുക. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വീര്യം, പരിജ്ഞാനം, സ്ഥിരത മുതലായവയുടെ ഒരു ഭാഗം മാത്രം ഉള്ളവരായ ചില ആൾക്കാരുണ്ട്. സുവിശേഷം കേട്ട് ഒരു വീര്യത്തോടുകൂടി, വളരെ വീര്യപ്രവൃത്തിയോടുകൂടി ആദ്യകാലങ്ങളിൽ വരുന്ന അവർ പിന്നെ വീണു പോകാറുണ്ട്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിപ്പോക, ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങിപ്പോക എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഇവിടെ ക്രിസ്ത്യാനികളാണെന്ന് അഭിനയിക്കാൻ പോലും ഉള്ള ആൾക്കാർ സഭയിലുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഒരു കറുത്ത പക്ഷി മയിലാകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഒരു ഉദാഹരണം പറയാണ്. കറുത്ത പക്ഷിയുടെ കാക്കയാണ് ഉദ്ദേശിച്ചത്. കാക്കയെ കുറിച്ചുള്ള അറിയാലോ, പ്രവാചകൻ പറഞ്ഞത് കാക്ക എന്ന് പറഞ്ഞാൽ മുറ്റത്ത് ഉണങ്ങാനിട്ടിരിക്കുന്നതിനും വടക്ക് വശത്തുള്ള ചെളിയിലും ഉള്ളതും കഴിക്കും. പക്ഷെ പ്രാവാണെങ്കിൽ മുറ്റത്ത് ഉണങ്ങാനിട്ടിരിക്കുന്നത് മാത്രം, ശുദ്ധിയുള്ളത് മാത്രം ഭക്ഷിക്കും. അപ്പൊ കാക്ക ആയിരിക്കുന്ന, അതായത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, വചനമല്ല ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച് ആ വെളിപ്പാടിന്മേൽ വളരാൻ ആഗ്രഹിക്കുന്നത് അവരാണ് ദൈവത്തിന്റെ ജനം. വചനം നമുക്ക് എല്ലാവർക്കും എഴുതിയിരിക്കുന്നു. ഈ വചനത്തിന് ഉള്ളിലുള്ള മർമ്മം ഇതിനുള്ളിൽ കിടക്കുകയാണ്. അത് എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാനും ക്രിസ്തുവുമായി ഒരു കൈവഴിയിലായിരിക്കണം. ആ കൈവഴിയിലൂടെ അവർക്ക് മാത്രം ലഭിക്കുക. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 22 പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ ഇരിപ്പാൻ വരം നൽകും. ഞാൻ അവന്റെ ഉള്ളിൽ വന്ന് ഞാൻ അവനോട്, അവൻ എന്നോട് എന്ന രീതിയിൽ അവന് അത്താഴം വിളമ്പി കൊടുക്കും.
അത്താഴം എപ്പോഴാണ്? ഏറ്റവും ലാസ്റ്റില് കർത്താവിന്റെ നമുക്ക് സ്വസ്ഥത ഫ്രീ ആയിട്ട് എപ്പോഴാ? 1000 ആണ്ട് വാഴ്ചയ്ക്ക് പോകുന്നതിന് മുമ്പ്. ഇപ്പോഴാണ് ആ സമയം. കർത്താവ് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥതയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ആഹാരം, അത്താഴം കഴിക്കുന്നത്. അതായത് നിദ്ര, റെസ്റ്റിലേക്ക് പോകും. ഈ നമ്മളുടെ റെസ്റ്റ് പരിശുദ്ധാത്മാവാണ്. പക്ഷെ എന്തിലേക്ക്? 1000 ആണ്ട് വാഴ്ചയിലേക്ക്. അവിടെ നിന്ന് സ്വർഗീയ പ്രവേശനം. അപ്പൊ അതിന് പോകുന്നതിന് മുമ്പ് നമ്മൾ അത്താഴം കഴിക്കും. ഇവിടെ കർത്താവ് പറയുന്നത് അതിനു മുമ്പ് ഞാൻ അവനോട് അത്താഴം കഴിക്കും. ഇൻഡിവിജ്വലാണ് അത്. ഇന്ന് നമ്മൾ ഇവിടെ എത്ര പേർ ആഗ്രഹിക്കുന്നുവോ അവർക്കത് ലഭിക്കും. ഈ പറയുന്നതായിരിക്കില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തി തരും. ഓക്കെ. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കോവർ കഴുത കമ്പിളി രോമം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആയി പോകും. യഥാർത്ഥ ദാഹവുമായി നിങ്ങൾ ഇരുന്നില്ല എങ്കിൽ ഈ പറയുന്ന വചനപ്രകാരം എനിക്കാകണമെന്ന് പറഞ്ഞിട്ട് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാതെ ഇരുന്നാൽ ഒരു കോവർ കഴുത ചെമ്മരിയാടാണ് എന്താണ് ഒരു കമ്പിളി രോമം ഉൽപ്പാദിപ്പിക്കുന്നത്. ചെമ്മരിയാട്, ഈ കോലാട് എത്ര വിചാരിച്ചിരുന്നാലും കമ്പിളി രോമം ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. കാര്യം എന്താ? ഇതിന്റെ സൃഷ്ടി വ്യത്യസ്തമാണ്. ചെമ്മരിയാട് കമ്പിളി രോമം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല. അതിന് എന്തിലേക്ക് വെച്ചിരിക്കുന്നുവോ അതിന്റെ ജീവിതം അങ്ങ് ജീവിച്ചാൽ മതി, ആ കമ്പിളി രോമം വരും. അതാണ് യജമാനന് കൊടുക്കുവാനുള്ളത്. നമ്മളെ ചെമ്മരിയാടിനോട് ഉപമിച്ചിരിക്കുന്നു. ഒരു ചെമ്മരിയാട് തന്റെ രോമം വളർത്തിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെതായ സമയത്ത് യജമാനൻ വരുമ്പോൾ അത് തിരസ്കരിക്കില്ല, തട്ടിയിട്ട് ഓടില്ല. അത് ആ രോമം വളർത്തുവാൻ തക്കവണ്ണം മറ്റാടുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമായി നിർമ്മിച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധത്തോടുകൂടി ആ ചെമ്മരിയാട് ഇടയൻ അതിന്റെ യജമാനന് വേണ്ടിയിട്ട് എങ്ങനെ അറുക്കാനുള്ള ആടുകളെ പോലെ എണ്ണേണ്ടി വന്നാലും അത് സാഷ്ടാംഗം വീഴും. ആ ആടിനെയാണ് യജമാനന് ആവശ്യം. അതുപോലെയാണ് ഇവിടെ കർത്താവ് നമ്മെ ചെമ്മരിയാടുകളായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ചില ഇഷ്ടങ്ങൾ പറയാൻ പോവുകയാണ്. ചെമ്മരിയാടിൽ നിന്ന് രോമം എടുത്ത് അതിന്റെ യജമാനൻ തന്റെ ആ തണുപ്പകറ്റുന്നത് പോലെ അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കുന്നത് പോലെ നമ്മിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വഭാവം പ്രദർശിപ്പിച്ച് കർത്താവ് മഹത്വം എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് അവണ്ണം ജീവിക്കാൻ കഴിയുമെന്ന് ശ്രദ്ധിച്ചു കൊടുക്കാം. അല്ല എങ്കിലാണ് ഇവിടെ പറഞ്ഞത് ഒരു കറുത്ത പഴയത് കാക്ക മയിലാകാൻ ആഗ്രഹിച്ചിട്ട് കാക്കയുടെ പുറത്ത് 1-2 മയിൽപ്പീലി വെച്ച് കെട്ടിയതുകൊണ്ട് മയിലാകില്ല. കോവർ കഴുത അതുപോലെ കമ്പിളി രോമം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടായിരിക്കുക. അതുപോലെ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിന്റെ ഫലം വഹിക്കുകയും അത് കാഴ്ച പുറപ്പെടുവിക്കുകയും വേണം. ഓക്കെ. അല്ലെങ്കിൽ ഒരു ശവന്തീനി കഴുകൻ പ്രാവിന്റെ കൂടെ തീറ്റ തിന്നാനും പ്രാവിനെ പോലെ പ്രവർത്തിക്കാനും ശ്രമിക്കുന്നത് പോലെ ഇരിക്കും. ശവന്തീനി കഴുകനെ അറിയാലോ. ശവന്തീനി കഴുകൻ അത് നല്ലത് തിന്നില്ല. ദൈവത്തിന്റെ ജനത്തെ മറ്റിപ്പം ചെമ്മരിയാട് എന്ന് മനസ്സിലായി. മറ്റെന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു? കഴുകനായിട്ട്. ശവന്തീനി കഴുകൻ ആരെങ്കിലും ഭക്ഷിച്ച് സിംഹമോ കടുവയോ മറ്റെന്തെങ്കിലും പിടിച്ച് തിന്ന് അതിന്റെ വേസ്റ്റുകൾ അത് ജീർണിച്ചതായാലും വേണ്ടില്ല, അത് തിന്നും. പക്ഷെ കഴുകൻ അങ്ങനെയല്ല. സ്വന്തമായി ഇര തേടി സ്വന്തമായി പിടിച്ച് ആ രക്തത്തോടുകൂടെ തിന്നും. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ആരെങ്കിലും പരിശുദ്ധാത്മാവില്ലാത്തവർ ഉപദേശിച്ചു തരുന്ന വചനവും കേട്ട് അതാണ് ശവം. അതിനകത്ത് ജീവനില്ല, ദൈവാത്മാവില്ല. ആ ശവം തിന്നുന്ന കഴുകനായിട്ടല്ല ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. കഴുകൻ കുഞ്ഞുങ്ങളാണ്. അതാണ് യോഹന്നാൻ സുവിശേഷം, കഴുകു സുവിശേഷം. അത് മുകളിൽ നിന്നാണ് സംസാരിച്ചത്. മത്തായി, മാർക്കോസ്, ലൂക്കോസ് സംസാരിച്ചതുപോലെ അല്ല. അവരെല്ലാം ഭൂമിയിലെ കാര്യം പറഞ്ഞു. യോഹന്നാൻ ഉയരത്തിൽ ആദ്യ ദൈവം ഉണ്ടായിരുന്നു, സ്വർഗത്തിലെ കാര്യം പറഞ്ഞു. അതുപോലെ ഇവിടെ നമ്മെ വിളിച്ചിരിക്കുന്നതും ഒരു കഴുകൻ കുഞ്ഞായിട്ടാണ്. ഓക്കെ. പലരും ക്രിസ്തീയത്വം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നതും അപ്രകാരമാണ്. അതായത് ക്രിസ്തയേശുവിന്റെ ഒരു ജീവിതം ജീവിക്കാനായി ഞാൻ പ്രയാസപ്പെടും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാർത്ഥന ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഞാൻ എന്നെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി. അതായത് ചെമ്മരിയാട് രോമം ഉൽപ്പാദിപ്പിക്കുക. എന്റെ യജമാനനോട് എനിക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഒരുപാട് രോമം ഉൽപ്പാദിപ്പിക്കാന്ന് വെച്ചാൽ അത് തത്രപ്പെടേണ്ട ആവശ്യമില്ല. അതിനെ സൃഷ്ടിച്ചതേ അതിലേക്കാണ്. അത് ഓട്ടോമാറ്റിക്കലി ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ നമ്മെ ഒരു ക്രിസ്തീയ ജീവിതം ജീവിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട്. ആ ആത്മാവിന് കീഴ്പ്പെട്ട് നമ്മൾ വിട്ടുകൊടുത്താൽ ആ ആത്മാവ് എന്നിൽ ഇരുന്നു കൊണ്ട് ഒരു ക്രിസ്തുവിന്റെ ജീവിതം എന്നെ കൊണ്ട് ജീവിപ്പിക്കും.
അപ്പോഴാണ് ദൈവത്തിന് മഹത്വം പോകുന്നത്. അല്ല ഞാൻ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. അപ്പോഴെന്താ ഞാൻ ചെയ്യേണ്ടത്? ഐ സറണ്ടർ ആകും. നമ്മൾ സ്നാനപ്പെടുന്ന സമയത്ത് പറയും, കർത്താവെ എന്റെ ഭരണവും നിയന്ത്രണവും കർത്തൃത്വവും ചുമതലയും എല്ലാം ഏറ്റെടുക്കണമേ. എന്നിട്ട് ഞാൻ പോകുന്നതെല്ലാം എന്റെ വഴിക്കായിരിക്കും. കർത്താവിനോട് ആലോചന പോലും ചോദിക്കില്ല. അപ്പൊ പിന്നെ എന്ത് ഭരണം വിട്ടുകൊടുത്തു? പൂർണ്ണമായി വിട്ടുകൊടുത്താൽ ആ യജമാനൻ നമ്മെ വഴി നടത്തും. അതിനാണ് ദൈവത്തിന്റെ ആത്മാവ്. നോക്കൂ, നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം. നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ഏറ്റുകൊള്ളും. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് പഴയത് മുഴുവൻ മരിപ്പിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കാത്തെന്ന് പറയുമില്ല, നമ്മളെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ലെവലിൽ നമ്മളിൽ ഇരുന്നു കൊണ്ട് ആരോ പ്രേരണ ചെയ്തുകൊണ്ട് നമ്മെ ജീവിപ്പിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യം വരും. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് കുറെ ദൂരം ഓടുകയാണെങ്കിൽ നമുക്കറിയാം സ്ട്രെയിൻ ചെയ്യണം, ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം. നമ്മളൊരു ബൈക്കിൽ ഇരുന്നിട്ട് യാത്രയാണെങ്കിലോ ഈസി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ ബൈക്കാണ് നമ്മെ കൊണ്ടുവന്നത്. അതുപോലെ കർത്താവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വന്നാൽ വചനം പറയുന്നു, ദൈവാത്മാവ് വഴി നടത്തുന്ന ഏവനുമാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ മോശ ദൈവത്തിന്റെ ശബ്ദം കേട്ട ശേഷം ഇറങ്ങി പുറപ്പെടേണ്ടതായിരുന്നു. അവനെന്ത് ചെയ്തു? അമ്മ പഠിപ്പിച്ച പ്രകാരം ഞാൻ തന്നെയാണ് വിടുതൽകാരൻ. ബുദ്ധി ജ്ഞാനം വർദ്ധിച്ചപ്പോൾ അവൻ സ്വന്തമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അവിടെ വിജയിച്ചില്ല. അതുപോലെ കർത്താവിന്റെ ആത്മാവ് വന്നാൽ ആ ആത്മാവിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ജീവിക്കാൻ എന്നെ വിട്ടുകൊടുത്താൽ ആ ആത്മാവ് എന്നെ ചന്തവും ഉചിതവുമായിട്ട് എങ്ങനെ ക്രിസ്തുവിന് യോഗ്യമായ രീതിയിൽ എന്നെ വഴി നടത്തും. അതാണ് ദൈവത്തിന് മഹത്വം പോകുന്നത്. ഇല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും, അത് മുഴുവൻ പരാജയം അടയുകയും ചെയ്യും. യേശു ഇവിടെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് വിശ്വാസമാണ്. ഇത് ഒരു മാതൃകയായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത് 7 തട്ടുണ്ട്. ഈ 7 തട്ടിലൂടെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പൂർണ്ണത ഉണ്ടാവും. ഒരു പരിപൂർണ മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ച ഇതാവുന്നു. ആദ്യം ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത് വിശ്വാസം. ഇത് എഫെസോസ് സഭയുടെ കാലമാണ്. പക്ഷെ എഫെസോസ് സഭയിൽ എന്താ ഉണ്ടായിരുന്നത്? ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എഫെസോസ് സഭയിൽ നമ്മൾ ഈ സഭാകാലങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ എഫെസോസ് സഭയ്ക്കകത്ത് വിശ്വാസം, വീര്യം, ഇന്ദ്രിയജയം, വിശ്വസ്തത, സൗമ്യത, സഹോദരപ്രീതി എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് ഈ AD 170 മുതൽ 312 പിശാച് കടന്നു കയറി. എപ്പോഴും കടന്നു കയറി? അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുമ്പോഴേ അവിടെ ഉണ്ട്. അവനാണ് പറഞ്ഞത്, ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. ആ നാമം തള്ളിക്കളഞ്ഞപ്പോൾ തന്നെ ദൈവാത്മാവ് ഹൃദയത്തിൽ വരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പ്രകാരം ജീവിക്കാൻ നമ്മെ അനുവദിക്കില്ല. ആര്? പിശാചാണ് വന്നിരിക്കുന്നത്. എല്ലാറ്റിനും തെറ്റിക്കൊണ്ട് പോകുമ്പോൾ ഇവിടെ മുതൽ രണ്ടാമതിൽ നിന്ന് വീണുപോയി. ഈ വീണുപോയ ജനത്തെ വീണ്ടും ദൈവഹിതപ്രകാരം വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് വചനം നൽകിയിരിക്കുന്നത്. അപ്പോൾ എഫെസോസ് സഭയിൽ ഉണ്ടായിരുന്നത് ഈ 7 കാര്യങ്ങളും. അത് തകർന്നു കളഞ്ഞപ്പോൾ ദൈവം അടുത്ത് ഓരോ കാലത്തും ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് ഓരോ സഭാകാലത്തും ഓരോ സ്വഭാവം പകർന്നു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ഇവിടെയാണ്. സഹോദരപ്രതി 7ാമത്തെ ലവോദിക്ക സഭാകാലത്താണ്. അതാണ് 7ാമത്തെ ഗോതമ്പാണ് നമ്മൾ. ഇവിടെ ഉള്ളവരൊന്നും അനുസരിച്ചിട്ടില്ല. 1-2 പേർ അനുസരിച്ചു, കർത്താവ് അവരെ നിദ്രയിലാക്കി കർത്താവിന് അവരുമ്പോ കൊണ്ടുപോകും. പക്ഷെ ഇന്ന് നമ്മുടെ കാലത്ത് ഈ ഒന്നാമത്തെ എഫെസോസ് സഭയിൽ ദൈവം ഇവിടെ ഉണ്ടായിരിക്കണം. ആരിലാണോ ഈ 7 സ്വഭാവം ഉണ്ടാകുന്നത് അവര് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് മുകളിലേക്ക് പോകും. അപ്പോഴോ സഭയിൽ ആദ്യകാലങ്ങളിൽ വളരെ ജനമുണ്ടാവും. അത് കഴിയുമ്പോൾ ഇത് ഓരോന്നും പഠിച്ച് നമ്മളാണ് അങ്ങനെ ആകേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഉപദേശം കഠിനമാകുമ്പോൾ പലരും വിട്ടുപോകുമ്പോൾ അവസാനം ചെറിയൊരു കൂട്ടരാകും. നോക്കാം, അതിന്റെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. യേശു പറഞ്ഞു യോഹന്നാൻ 3-ൽ, നിങ്ങൾ പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ കാണുവാൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നില്ല. ഇപ്പൊ കുറെ ആൾക്കാരിരിക്കുന്നത് ഇതൊന്ന് നോക്കാൻ പറഞ്ഞാൽ എല്ലാരും നോക്കും. പക്ഷെ ഇതെന്താണെന്ന് വായിക്കാൻ പറഞ്ഞാൽ ആരാണോ കണ്ടത് നോക്കുന്ന എല്ലാവരും നോക്കുന്നു, കണ്ട ആളിനെ ഇതെന്തെന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. അതുപോലെ സ്വർഗ്ഗരാജ്യം കാണുവാൻ എന്ന് പറഞ്ഞാൽ നോക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ എന്താണ് എന്ന് ഗ്രഹിക്കണം. എന്താണ്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. ആ സമയത്ത് ആ പരിശുദ്ധാത്മാവ് വരുന്ന അതുവരെ ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല. അതായത് കർത്താവിനറിയാൻ താൻ പോയി 10 ദിവസം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. അത് പ്രാപിച്ചിട്ടല്ല ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല. അതുപോലെ അത്തി തകർക്കുമ്പോൾ ഓർത്തുകൊള്ളുവിൻ, ഇതാ അവൻ വാതിൽക്കൽ. അവിടെ അത് കർത്താവിനെ കുറിച്ചാണ്. 2 വിഷയം ഇത് പറയുന്നത് മുമ്പ് സഭയിൽ എടുത്തതാണ്.
രണ്ട് തവണ ഇങ്ങനെ പറയുന്നു. ഒന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, രണ്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച്. ഓക്കെ. അപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കാതെ നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്നാണ്. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അവൻ കൂട്ടായ്മയിലായിത്തീരുന്നു. വീണ്ടും ജനനം എന്ന് പറഞ്ഞു സ്നാനം, വിശ്വാസ സ്നാനത്തിലൂടെ പഴയത് മുഴുവൻ കഴിഞ്ഞു പോയി പുതിയതായി തീരുമ്പോൾ ദൈവം അവൻ ആദ്യം എവിടെ ചേർക്കുന്നു? ഒരു ലോക്കൽ സഭയിലാണ്, സാധാരണ ഒരു സഭയിൽ. എന്തിനാണ്? ആ വ്യക്തിയെ കർത്താവിന് പലതും പഠിപ്പിക്കാനുണ്ട്. നമ്മൾ പ്രാകൃത മനുഷ്യരായിരുന്നു, ലോകത്ത് തന്നെ അന്യനും പരദേശികളും ദൈവമില്ലാത്തവരും. പക്ഷെ നമ്മൾ എവിടെ ഇരുന്നു? പള്ളികളിൽ തന്നെ ഇരുന്നു. അവിടെ നിന്ന് ദൈവം നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒറ്റ സ്റ്റെപ്പിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെയാണ് മിസ്രൈമിലെ കാര്യത്തിൽ പറയുന്നുണ്ട്, ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 1 മാസം കൊണ്ട് വഴി നടക്കാവുന്ന ദൂരം മാത്രം ഉണ്ടായിരിക്കെ ദൈവം അവരെ അവിടുന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് 40 വർഷം കൊണ്ട് കൊണ്ടുവന്നതിന് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഒന്ന്, അവിടെ നിന്ന് പുറപ്പെട്ടു വന്ന തലമുറ മുഴുവനും അടിമത്വത്തിൽ വളർന്നവരാ. സ്വാതന്ത്ര്യം എന്ന് അവർക്ക് അറിയില്ല. എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് സ്വാതന്ത്ര്യം അറിയില്ല. ആ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇടപെടലുകളും ദൈവ സ്നേഹത്തെക്കുറിച്ച് അവർ പഠിച്ച് വരുമ്പോൾ കഴുകൻ തന്റെ കൂടനക്കുന്ന തൂവൽ പൊഴിക്കുന്നത് പോലെ പഴയതെല്ലാം കൊഴിച്ച് പുതിയൊരു സൃഷ്ടിയാവും, വീണ്ടും ജനനമാകും. പക്ഷെ അവിടെ നിന്ന് പുറപ്പെട്ടു വന്നവർ ആരിൽ നിന്നും ദൈവം ഒരുവനെ എടുത്തില്ല. 40 വർഷം വഴി നടന്നപ്പോൾ 20 വർഷം പകുതി ആയപ്പോൾ ജനിച്ച കുട്ടികളെ ദൈവം എടുത്തില്ല. ഏകദേശം 20 വയസ്സ് യോശുവയും കാലേബും. അവരിൽ നിന്ന് അതിനുശേഷമുള്ള 2 വ്യക്തികളാണ് അവിടെ എടുത്തത്. മോശ, അതിനു മുമ്പേ കർത്താവ് എടുത്തു. അപ്പോൾ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നതിന്റെ കാര്യം എന്താണ്? ഈ ജനത്തെ നിങ്ങൾ എന്തൊക്കെ അരുത് എന്ന് പറഞ്ഞോ, അതൊരു മെയിൻ പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. എന്തൊക്കെ അരുത് എന്ന് ദൈവം പറഞ്ഞുവോ, ദൈവം നമ്മളെ പരിശോധിക്കുമല്ലോ, ഇല്ലേ? ദോഷങ്ങളാൽ പരീക്ഷിക്കില്ല. നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ദൈവം എന്തെങ്കിലും എനിക്കൊരു നന്മ തന്നിട്ട് അവസാനം എന്നിൽ നിന്ന് എടുത്തു കളയുകയും എനിക്ക് പ്രാണൻ തന്നിട്ട് നിത്യജീവൻ പ്രാപിക്കാതെ വഴിയിൽ വെച്ച് തള്ളിക്കളയുന്ന ദൈവം അല്ല. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, നമ്മൾ അകപ്പെടുന്നതാണ്. പക്ഷെ പരീക്ഷ വരുന്നുണ്ട്. ആ പരീക്ഷയിൽ ജയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ദൈവം പറഞ്ഞാൽ യേശു വന്നപ്പോൾ യൂദയെ കൂടെ വെച്ചത് പരീക്ഷയിൽ ജയിക്കാനാണ്. അപ്പൊ നമ്മളെ കർത്താവ് വിളിച്ചാൽ പല പരിശോധനകളും വരും, പല പരീക്ഷകളും വരും. ഇന്ന് ഒരാൾ സ്നാനപ്പെടാതിരുന്നതാണ്. ഇന്നലെ എന്തോ അവരുടെ ഓണർ ആരോ വന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് വീട് മാറി കൊടുക്കണം. ഇന്ന് തന്നെ വരായിരുന്നതല്ല, ഇന്നലെ വിളിച്ച് പറഞ്ഞത് ഫാമിലിയോട് കൂടെ വന്ന് ഭാര്യ ഭർത്താവൊക്കെ സ്നാനപ്പെടാതെ അവര് വീട് തേടിപ്പോയി. വാസ്തവത്തിൽ എന്ത് ചെയ്യണം ദൈവരാജ്യത്തിനാണെങ്കിൽ? അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാക്കണം. നോക്കൂ, ഈ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വത്തിലേക്ക് പോകാനിരിക്കുന്നതിന്റെ കടക്കൽ വെച്ച് ഈ ലോകത്ത് മനുഷ്യരിലൂടെ പിശാച് മറ്റൊരു കാര്യം ഒരുക്കി. ഇപ്പൊ തന്നെ വീട് മാറിക്കൊള്ളണം, നിങ്ങൾ വേറെ വീട് അന്വേഷിച്ചോളണം. വേറെ നിവൃത്തിയില്ല. അവർ കർത്താവിനോട് പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിരുന്നെങ്കിൽ അയാളുടെ ഹൃദയം കർത്താവ് തുറക്കുമായിരുന്നു. ആ വീട്ടിലൂടെ യജമാന്റെ ഹൃദയം തുറന്നിട്ട് സാവകാശം കൊടുക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹം കർത്താവിനെ നിന്നെ പറയാം, ആ സ്നാനത്തിനെ ഇന്ന് അത് തിരസ്കരിച്ചു വന്നു. ഓരോ വിജയത്തിന്റെ തൊട്ടു മുമ്പിൽ ഒരു പരിശോധനയുണ്ട്. പരീക്ഷണമെന്ന് ഞാൻ പറയുന്നില്ല, പരിശോധനയുണ്ട്. പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പരിശോധന. നമ്മൾ തന്നെ ഒരു കൂട്ടം ജനത്തെ, എനിക്ക് വേണ്ടപ്പെട്ട ജനത്തെ എടുക്കണമെങ്കിൽ അവരെ പരിശോധിച്ചിട്ടേ എടുക്കുള്ളൂ. അതിന് യോഗ്യതയുള്ള ആരാണോ അവരെ എടുക്കണം. അതുപോലെ കർത്താവ് പരിശോധിക്കാറുണ്ട്. ആ പരിശോധനയുടെ ഘട്ടത്തിൽ 99% വീണു പോകുന്നവരാ, തോറ്റുപോകുന്നവരാ. അത് നൽകിയ കർത്താവിന് അതിനെ സംരക്ഷിക്കാൻ കഴിയില്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യും. ഇത് തന്നെയാണ് മോശയും ചെയ്തത്. തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ കഴിയും. അതെല്ലാം പിന്നെ 40 വർഷം മൗനതയിൽ പോകേണ്ടി വന്നു. അപ്പോ ഇവിടെ പറയുന്നത് വീണ്ടും ജനിക്കുമ്പോൾ അവനൊരു കൂട്ടായ്മയിലേക്ക് വരുന്നു. അപ്പോ അപ്പോസ്തലൻ പറയുന്നത് സ്നാനമേറ്റ് അവർ സഭയോട് ചേർന്നു. അപ്പോൾ കർത്താവ് ഒരു കൂട്ടം ജനത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിശ്വാസ സ്നാനത്തിലൂടെ സഭയിൽ ചേർക്കുന്നതിന്റെ ഉദ്ദേശം അവനെ ഒരു പരിപൂർണ ക്രിസ്തു വിശ്വാസി അല്ലെങ്കിൽ പരിപൂർണമായ ഒരു ക്രിസ്ത്യാനി ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം അവനെ സഭയിലേക്ക് ആക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവൻ അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. അവന്റെ ആ പഴയ അവിശ്വാസവും സംശയവുമുള്ള സ്വഭാവം അപ്പോൾ തന്നെ മരിച്ചു പോയി.
ഇപ്പോൾ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. അവൻ എന്തെങ്കിലും തന്നോട് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ല, അത് സ്വയം കൂട്ടിച്ചേർക്കപ്പെട്ടുകൊള്ളും. കേട്ടോ, നമ്മൾ എന്ത് ചെയ്യണം? ആ വചനത്തിന് ഞാൻ എന്നെ വിട്ടുകൊടുത്താൽ കർത്താവ് ആഡ് ചെയ്യേണ്ട കാര്യം ഈ തരത്തിൽ വളർത്തിയെടുക്കുക, പഠിപ്പിക്കുക. ഈ തരത്തിൽ വളരേണ്ടുന്നതിനെല്ലാം കർത്താവ് തന്നെ നമ്മളെ ലെവലാക്കി കൊണ്ടുപോകും. പക്ഷെ അപ്പോഴും എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പോകുന്നതോ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ കാണുന്നതോ കേൾക്കുന്നതോ അല്ലെങ്കിൽ ഇന്ന് പോകുന്നില്ല തീരുമാനിക്കുക അല്ലെങ്കിൽ പോകാൻ തീരുമാനിക്കുമ്പോഴോ കർത്താവ് എന്നെ വഴി നടത്തുന്നത് ഹൃദയത്തിലാണ്. ഒരു കുത്തുണ്ടാവും, ഒരു വേദന ഉണ്ടാവും. ആ സമയത്ത് വഴി നടത്തുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് വഴി നടത്തില്ല. കുറച്ചൊക്കെ ശ്രമിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്രകാരം പോകുന്നുവെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? എവിടെയെങ്കിലും വലിയ കുണ്ടിലും കുഴിയിലും ചെന്ന് ചാടും. അവസാനം ഒരു നിവർത്തിയില്ല. കർത്താവേ കർത്താവേ എന്ന് നിലവിളിച്ചാലും കർത്താവ് തിരിഞ്ഞു നോക്കുക. കാര്യം എന്താ? എത്രയോ തവണ കർത്താവ് നമ്മെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ചു. പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. ഈ വഴിനടത്തൽക്കാരനാണ് പരിശുദ്ധാത്മാവ്. ഈ വഴിനടത്തൽക്കാരന് ഞാൻ എന്നെ വിട്ടുകൊടുത്തില്ല. കാരണം എനിക്കൊന്നും ചെയ്യേണ്ടതില്ല. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. ക്രിസ്തുവിന്റെ ജീവിതം എന്നിൽ ജീവിക്കേണ്ടതിനാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകിയത്. പിന്നെ എന്ത് ചെയ്യണം? ഒറ്റ വഴിയേ ഉള്ളൂ, ഐ സറണ്ടർ ആൾ. അങ്ങനെ പലതവണ നമ്മളെല്ലാം വന്നിട്ടുണ്ടാകാം. ഇന്ന് സാക്ഷ്യം പറയും. വീണ്ടും പ്രവാചകൻ പറയുന്നത് ഓരോ ന്യൂ ഇയറും ഒരു സാക്ഷ്യം പറയാം, പിറ്റേ ദിവസം ചെന്നിട്ട് അതിനെ തന്നെ ആദ്യം പൊട്ടിക്കും. അങ്ങനെയുള്ളവരാകരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വഴി നടത്തിയിട്ട് നമുക്ക് അതിന് ഒപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ കരങ്ങളുയർത്തുക. കർത്താവേ, ഞാൻ എവിടെയാണ് തെറ്റിപ്പോയത് എന്ന് പറഞ്ഞ് അതിന്റെ പ്രായശ്ചിത്തം ചെയ്ത് അത് മടങ്ങി വരുമ്പോൾ കർത്താവ് വീണ്ടും നമ്മെ സ്നേഹിക്കും. അതാണ് ഒരു വർഷം കൂടെ നിൽക്കട്ടെ, കായ്ക്കുമോ നോക്കാം, ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. എത്ര വലിയ ദൈവസ്നേഹം. നമ്മളൊക്കെ ആണെങ്കിൽ ഒറ്റ നിമിഷം മതി, പൊയ്ക്കോ, തിരിഞ്ഞു നോക്കലെന്ന് പറയും. എങ്ങനെയുണ്ട് ദൈവത്തിന്റെ സ്നേഹം? ഈ ഭാവമാണോ നമ്മുടെ ഉള്ളത്? അല്ലെങ്കിൽ ആ ഭാവത്തിലായിക്കൊള്ളണം. അത് ഇവിടെ പഠിക്കാം. ഓക്കെ, ഇനി അവിശ്വാസം. എന്താണ് അവിശ്വാസം? മനുഷ്യനെ നിയന്ത്രിക്കുന്നത് രണ്ട് മൂല ഘടകങ്ങളാണ്. ഒന്ന് സംശയം, മറ്റൊന്ന് അവിശ്വാസം. ആദ്യം കൊണ്ടുവരുന്നത് അവിശ്വാസമല്ല, സംശയമാണ്. ആ സംശയം വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിശ്വാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത് കൺഫേം ചെയ്തോളണം. ഒന്നുകിൽ വചനത്തിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. അത് കൺഫേം ചെയ്തുകൊള്ളുക. എങ്ങനെയാണോ ആത്മീയമായ ലെവലിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, യേശുക്രിസ്തു നാമത്തിലെ സ്നാനം നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ വെളിപ്പാട് കിട്ടാത്തവരോട് പോയി ചോദിക്കുകയല്ല വേണ്ടത്, പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ഈ വെളിപ്പാട് ലഭിച്ചവരോട് ചോദിക്കണം. അപ്പോൾ നമുക്ക് ആ സംശയം നീങ്ങി പോകും. എന്തിലേക്ക് പോകില്ല? അവിശ്വാസത്തിലേക്ക് പോകില്ല. അവിശ്വാസം പാപം, സംശയം സ്റ്റാർട്ടിംഗ് ആണ്, അവിശ്വാസം പാപം. അപ്പോൾ തന്നെ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാലോ നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നത് ഒരു സംശയമായിരിക്കാം തുടക്കം. അത് കഴിയുമ്പോൾ അത് അവിശ്വാസത്തെ കൊണ്ടുവരുന്നു. പിന്നെ ഒരു ഉരുളൽ ആയിരിക്കും. അത് എന്തു ചെയ്യുന്നു? നിങ്ങൾക്ക് അവിശ്വാസമുണ്ട്, അപ്പോൾ നിങ്ങൾ ഒരു വിശ്വാസി അല്ല. അപ്പോൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംശയം വരുമ്പോൾ തന്നെ കർത്താവിനോട് ചോദിക്കുകയോ, ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ഒരു കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ കർത്താവിനോട് ചോദിക്കുന്നതിന് മുമ്പേ നമുക്കൊരു ഇതാണ്, അപ്പൊ നമ്മളൊന്ന് ഉറപ്പിക്കും. അപ്പൊ എന്താ? ഒരു വഴി നടത്തൽ നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവത്തിന്റെ പ്രേരണയുണ്ട്, നമ്മളോട് ഉറപ്പിക്കും. അപ്പൊ അവിശ്വാസിയാവുന്നില്ല, വീണ്ടും വിശ്വാസിയാവുന്നു. കർത്താവിനോട് കൂടെ ചേർന്ന് പോകണം. നോക്കൂ, ആദ്യമായി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. എന്താണ് വിശ്വാസം? കാണുന്നതല്ല വിശ്വാസം, കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ കാഴ്ച എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. വചനം പറയുന്നു കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പ്. ഉറപ്പെന്ന് വെച്ചാൽ എന്താ? ആ കാഴ്ച തന്നെയാണ്. ആ കാഴ്ച കണ്ടാലും തെറ്റിപ്പോകാമല്ലോ, പക്ഷെ അത് മുറുകെ പിടിച്ചോളണം. കാണാത്ത കാര്യങ്ങൾ ആത്മാവിൽ ദൈവത്താൽ നിങ്ങൾ കാണിച്ചു തരാൻ ഇടയായാൽ അതിൽ തന്നെ മുറുകെ പിടിച്ചോളണം. അവർ മാത്രമാണ് വിശ്വാസി, അല്ലെങ്കിൽ അവൻ അവിശ്വാസിയായി കണക്കിടും. വിശ്വാസം അത് നിങ്ങൾ തേടുന്നതിനാൽ വരുന്നതാണോ? ആണോ? കേവലം കേൾവിയാലും ദൈവത്തിന്റെ വചനത്താലുമാണ് അത് വരുന്നത്. നമ്മൾ അന്വേഷിക്കുന്നതല്ല. അത് നമുക്കിവിടെ ഓരോ മെസ്സേജിലുണ്ട്. നമ്മളാരും അന്വേഷിച്ചിട്ടല്ല ഇത് കണ്ടെത്തിയത്. നമ്മോടൊപ്പം ഇരുന്നവർ അന്വേഷിക്കുന്നുണ്ടാവും, നമ്മളെക്കാൾ തീക്ഷ്ണതയോടുകൂടെ ഓടി നടക്കുന്നു. പക്ഷേ കാലത്തികവിൽ ഇത് വെളിപ്പെടുത്തി കൊടുത്താലും അവരതിന് പുറംതിരിഞ്ഞു നിൽക്കും എന്ന കാഴ്ച കർത്താവിന് മുന്നമേ കാണാം. നമ്മളാണ് ഒരു ജീവിതം ജീവിക്കുമ്പോൾ 30-ാമത്തെ വയസ്സിലോ 35-ലോ 20-ലോ 12-ലോ പറഞ്ഞു തന്നാൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് അന്നേ അറിയാൻ പറ്റുള്ളൂ. കർത്താവിന് മുന്നമേ അറിയാം. അങ്ങനെയാണെങ്കിൽ അവർക്കത് വെളിപ്പെടുത്തി കൊടുക്കുകയുമില്ല.
വെളിപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ വെച്ചിരിക്കുന്നു, പറഞ്ഞു കൊടുക്കും, പക്ഷെ അവർ വിശ്വസിക്കില്ല. പക്ഷെ നമ്മൾ അന്വേഷിച്ചു വരുന്നത് കാരണം എന്താ? അപ്പൊ വെളിപ്പെടുത്തി തന്നാൽ സ്വീകരിക്കുമെന്ന് ഉള്ളവരുടെ ഹൃദയത്തിൽ ദൈവം തന്റെ വചനം എന്ന വിത്തിട്ടിട്ടുണ്ട്. ആ വചനം എന്ന വിത്താണ് നമ്മളെ കൊണ്ട് ശരിയായത് അന്വേഷിപ്പിക്കുന്നത്. ദൈവം ആ വിത്ത് അന്വേഷിപ്പിക്കുകയാണ്. അതാണ് ഒരു ഗർഭിണിയുടെ കാര്യം പറയുന്നത്. ഒരു ഗർഭിണി തന്റെ കുഞ്ഞിന് അകത്ത് കിടക്കുന്ന ആ അമ്മയ്ക്ക് അറിയില്ല. ആ കുഞ്ഞ് ആവശ്യപ്പെടണം അതിന്റെ അസ്ഥിയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന പോഷകാംശങ്ങൾ എന്തെല്ലാം, തലച്ചോറിന്റെ വളർച്ചയ്ക്ക്, ശരീരത്തിന്റെ വളർച്ചയ്ക്ക് എന്തെല്ലാം വേണമെന്ന് അത് അമ്മയിലൂടെ, രക്തത്തിലൂടെ, അതാ നാഡീജലം, പൊക്കുള്ള ആ രക്തബന്ധത്തിലൂടെ ചോദിക്കുന്നു. അമ്മ പുറത്തേക്ക് പറയുന്നു. ഭർത്താവോ മാതാപിതാക്കളോ സഹോദരങ്ങളോ അവയെ വാങ്ങിച്ചു കൊടുക്കുന്നു, കഴിക്കുന്നു. ഇത് നേരെ പോകുന്നത് കുഞ്ഞിനാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലും അകത്ത ഒരു ജനനം നടന്നാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് വന്നത്. ആ ആത്മാവാണ് നമ്മളെ കൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം ജീവിപ്പിക്കുന്നത്. അതിനായി നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ഒന്നാമത് വേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വരുന്ന വിശ്വാസം വരുന്നത്? കേൾവിയാൽ വിശ്വാസം വരുന്നു. കേൾവി എവിടെ വരുന്നു? ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്. അപ്പോൾ ഇതേ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇതേ ദൈവവചനം അവരും കേട്ടിട്ട് എന്തുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? അതിന് ഉദാഹരണമാണ് പറഞ്ഞത്. ഈ 100 പേരെ വിളിച്ചിട്ട് 100 പേരോട് പറയുമ്പോൾ ആര് മാത്രമേ കേട്ട് അതിനോട് അനുകൂലമാവുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം എന്ന വിത്തിട്ടുണ്ട്. ഇപ്പൊ ഫോൺ ഏത് വേണമെങ്കിലും ആകാം. പക്ഷെ സിം, ഇപ്പൊ എയർടെലിന്റെ സിഗ്നൽ എനിക്ക് വരണമെങ്കിൽ എയർടെലിന്റെ സിം ഇടണം. അപ്പോൾ മാത്രമേ എയർടെൽ നൽകുന്ന സന്ദേശം എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പും ഇവിടെ ഫോണിരിപ്പുണ്ട്. ഇതുവഴി ധാരാളം സന്ദേശം കടന്നു പോകുന്നുണ്ട്. വയർലെസ് സന്ദേശം പോകുന്നുണ്ട്, മറ്റു പല മെസ്സേജുകൾ പോകുന്നുണ്ട്, മറ്റു പല കമ്പനികളുടെ മെസ്സേജ് പോകുന്നുണ്ട്. ഇത് റിസീവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഏത് റിസീവർ വെച്ചിരിക്കുന്നുവോ അത് മാത്രമേ പിടിച്ചെടുക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശരിയായ വചനം കേൾക്കുന്നതിനും വിശ്വസിക്കുന്നതിനും അതിലേക്ക് കാതോർക്കുന്നതിനുമായി നമ്മുടെ ഹൃദയത്തിൽ ദൈവ വചനം എന്ന വിത്തിട്ടിട്ടുണ്ട്. ആ വിത്താണ് അത് റിസീവ് ചെയ്യുന്നത്. അതാണ് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവർ അന്യനെ അറിയായകയാൽ അന്യനെ വിട്ട് ഓടിപ്പോകുന്നു. അവിടെയും ദൈവത്തിനാണ് മഹത്വം. നമ്മളല്ല തേടിയതും ഓടിയതും അറിഞ്ഞതും വെളിപ്പെട്ടതും ഒന്നും ദൈവകൃപയാൽ. പക്ഷെ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി വഴങ്ങി കൊടുക്കും എന്നൊരു കാഴ്ച കർത്താവ് മുന്നമേ കണ്ടു. അതാണ് അതിന്റെ സത്യം. അവിടെയാണ് ദൈവം മഹത്വം കൊടുക്കുന്നത്. നോക്കുക, ഇനി വിഷയത്തിലേക്ക് വരാൻ പോവാണ്. ഇന്ന് രാവിലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു വീടിന് അടിസ്ഥാനമാണ് ആദ്യം, ഒരു വീട് പണിയുമ്പോൾ അടിസ്ഥാനമാണ് ആദ്യം ബലപ്പെടുത്തേണ്ടത്. കർത്താവ് നമ്മെ പണിയുമ്പോൾ നമ്മിൽ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ആ അടിസ്ഥാനം എന്താണോ അതിലാണ് വീട് പണിയേണ്ടത്. ആദ്യമായി വേണ്ടത് ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് തിരിച്ചറിയണം. ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസം, അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ അടിസ്ഥാനം. എന്താണ്? സിമ്പിൾ ആണ്, പക്ഷെ അതാണ് ഏറ്റവും തീക്ഷ്ണതയുള്ളതും പെട്ടെന്ന് ലഭിക്കാൻ കഴിയാത്തതും. വിശ്വാസം എന്നാണ് നമുക്ക് മനസ്സിലാക്കുക, ഒരു കാഴ്ച മാത്രമല്ല. ഇപ്പൊ എന്ത് പഠിച്ചു? എല്ലാം നിർജീവമായി. സാറയുടെ ഗർഭപാത്രം നിർജീവമായി. പരിശോധിച്ചു, അവൻ പിറുപിറുക്കുന്നുണ്ടോ, തള്ളിക്കളയുന്നുണ്ടോ? സാധാരണ അവന്റെ മുമ്പിൽ കാണുന്ന മനുഷ്യന്റെ ആരോഗ്യാവസ്ഥ മുഴുവനും അവനിൽ നിന്ന് എടുത്തു മാറ്റുന്നത് വരെ ദൈവം വിളിച്ചിട്ട് ആ വാഗ്ദത്തം നൽകിയില്ല. ഒരു പരിശോധനയാണ്. ആ പരിശോധന അവൻ ഇടറിപ്പോയില്ല. പ്രവാചന മെസ്സേജിലുണ്ട്, അവൻ ഓരോ വർഷവും കുഞ്ഞുടുപ്പ് വാങ്ങിക്കുകയും ആ ആശുപത്രിയിലേക്കുള്ള സാധനങ്ങൾ ഒരുക്കി വെക്കുകയും, വേണമെങ്കിൽ സുഹൃത്തിനെ പോലെ അടുത്ത വർഷം ഞാൻ വരും, ഭാര്യയുമായിട്ട് വരും. എന്തിനാ? പ്രസവത്തിന്. ഭാര്യയ്ക്ക് എത്ര വയസ്സായി? 90 ഞാൻ പ്രസവത്തിന് വരും. അപ്പോൾ കളിയാക്കും. അത് അവന്റെ വിശ്വാസമാണ്. കാര്യം, വിളിച്ചവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അപ്പൊ വിശ്വാസം എന്നത് അബ്രഹാമിനെ വിളിച്ച് അവൻ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ തന്നെ അവനിലൂടെ നൽകുന്ന സന്തതി പരമ്പരകളെ അവിടെ 2 രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് മണൽ തരി പോലെ എന്നും പറയുന്നുണ്ട്, നക്ഷത്രങ്ങളെ പോലെ എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങളാണ് ദൈവത്തിന്റെ മക്കൾ, തന്റെ ദൂതന്മാർ. ഇസഹാക്കിന്റെ വംശപരമ്പരയാണ്. ഇസ്മായിലിന്റെ അല്ല, അത് മണൽത്തരി പോലെയാണ്. ഓക്കെ, നമ്മളൊരു മെസ്സേജ് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ പുതിയ നിയമസഭയുടെ അടിസ്ഥാനം വിശ്വാസം. വിശ്വാസം എന്നാൽ കർത്താവ് എന്നോട് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞത്, കെരീത് തോട്ടിലിരുന്ന് ഏലിയാവ് വെള്ളം പറ്റിയപ്പോൾ കരയാത്തതിന് കാര്യം, അവൻ ഇവിടുത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് കർത്താവിൽ ക്രിസ്തുവിൽ ഇരിക്കുന്ന കാഴ്ച കണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ അവൻ അതിൽ ഉറപ്പിച്ചു. നമ്മളാണെങ്കിലോ, നമ്മളും വിശ്വാസിയാണ്, ഉറപ്പാണ് കർത്താവ് വന്നാൽ ഞാൻ പോകും. ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരും, ഞാൻ ഇന്ന് പള്ളി വരുന്നില്ല, എനിക്ക് വരാൻ പറ്റില്ല.
കാര്യം എന്താ? വന്ന എല്ലാം തീർന്നു. എന്ത് വിശ്വാസം? എന്ത് വിശ്വാസം? ഉറപ്പില്ല. ആരിൽ ഉറപ്പില്ല? കഴിഞ്ഞ വർഷം ഇതേപോലത്തെ ഡിസംബറിൽ ചില കാര്യം, അന്ന് ഞാനല്ല വയനാടുത്തത്, ഇവിടെ മാലിക് ബ്രദർ മെസ്സേജ് എടുത്തപ്പോൾ ഇതേപോലെ ഒരു കാര്യം പറഞ്ഞു. അവിശ്വാസം ആർക്കാണ്, എങ്ങനെയാണ്, കഠിനമായി എന്ന് പറഞ്ഞുകൊണ്ട് 2-3 ഫാമിലി ഇവിടെ നിന്ന് പോയി. ഇനി ഈ വർഷം എത്ര പോകുമെന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ വചനം ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട്. എനിക്കത് പഠിപ്പിച്ചേ പറ്റൂ. പുതിയായിട്ട് സ്നാനപ്പെട്ട് വന്ന ബ്രദറാ. അപ്പൊ ഞാൻ എന്റെ ഉള്ളിലൊക്കെ തോന്നലാണ്, ആള് കുറച്ചായതിന്റെ ബ്രദറിന് വല്ലതും തോന്നോ. ആ പുള്ളി സത്യമായിട്ടുള്ള കാര്യമാണ്. പുള്ളി പല കാര്യം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. എന്ന് പറയുന്നത്, ബ്രദറെ, ആള് കൂടുതലുണ്ടെങ്കിൽ അത് സഭയല്ല, ആള് കുറവുണ്ടെങ്കിൽ അതാണ് ദൈവസഭ. കാര്യം എന്താ? ഉപദേശം കേൾക്കുന്തോറും ആള് കുറയും. അപ്പോഴാണ് ഇത് ഇന്നലെ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. ഇന്നാണ് ബ്രദർ പറഞ്ഞത്. സംഭവം ശരി തന്നെയാണ്. ഉപദേശം വരുംതോറും ആള് കുറയും. ഇതൊരു പരിശോധനയാണ്. നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവാണ് സംസാരിക്കുന്നത്. നമുക്കിതൊന്നും അറിയില്ല. നമ്മൾ സാധാരണ മനുഷ്യനാണ്. എന്ത്, എങ്ങനെ, ഏതെന്നൊന്നും നമുക്കറിയില്ല. അതാണ് അതിന്റെ ശരി. ഇന്ന് പഠിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ഈ പിരമിഡ് പോലെ ഇരിക്കുന്നത്. ആദ്യം വരുമ്പോൾ വിശ്വാസം, എല്ലാവർക്കും വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോന്നോരോന്ന് കെട്ടിപ്പടുത്ത് മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് സഹോദരപ്പെടുത്തി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ്, അതിനുശേഷമേ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പോ അടിസ്ഥാനം എന്നത് കാണാൻ കഴിയാത്തതിനെ ദൈവ കൃപയാൽ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന ആ സീൻ മുറുകെ പിടിക്കുക. പിന്നെ എന്ത് തന്നെ പ്രതികൂലം വന്നാലും ഇതെല്ലാം നൽകിയ കർത്താവ് പിന്നെ എടുത്ത് കളയൂ. അപ്പോൾ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ മോശ ചെയ്തതുപോലെ ഇരിക്കും. ഞാനാണ്, ഓക്കെ, ഞാൻ ചെയ്യും, തീർന്നു. 40 വർഷം പോയി, എല്ലാം നഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷെ അബ്രഹാമോ എല്ലാം എടുത്തു മാറ്റിയിട്ടും അവൻ വിശ്വസ്തയോടെ നിന്നു. അവസാനം കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിന് 14-15 വയസ്സുണ്ടാവും. നല്ല ചെറുപ്പം. പ്രവാചകൻ പറഞ്ഞ പ്രകാരം ഒരു 44 വയസ്സിന് മുകളിൽ ഉണ്ടാവണം. ആ കുഞ്ഞിനെയും കൊണ്ട് യാഗമർപ്പിക്കാൻ പോകുമ്പോഴും അവൻ പറഞ്ഞു, വിശ്വസ്തയോടെ പോകുന്നത്. 100 വയസ്സ് വരെ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ കൊല്ലാനോ? കർത്താവേ, നീ എന്താ എന്ന് പറയാൻ പെറുപുറത്തില്ല. ആ കുഞ്ഞിനെ തന്നെ യാഗം ആക്കാൻ പറഞ്ഞിട്ടും അവൻ വിശ്വസ്തയോടെ വിറവ് എടുത്തോണ്ട് പോയി. അതും ഒരു പരിശോധനയായിരുന്നു. പോകുമോ ഇല്ലയോ? അവൻ അവിടെയും വിജയിച്ചു. കൊണ്ട് കിടത്തി വിറക് വെച്ച് കത്തിയെടുത്തു. അവൻ ദൈവം ആ സമയത്ത് ശബ്ദിച്ചില്ലെങ്കിൽ അവൻ ആ കോച്ചിനെ കൊന്നുകളയുമായിരുന്നു. പക്ഷെ അവനൊരു ഉറപ്പുണ്ട്. റോമർ 4:17, ഇല്ലാത്തതിനെ, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുമെന്നുള്ളവനാണ് കർത്താവ്. എന്റെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, പ്രായം നഷ്ടപ്പെട്ടാലും, ആരോഗ്യം നഷ്ടപ്പെട്ടാലും, കുഞ്ഞുണ്ടായാലും ഇല്ലെങ്കിലും, സ്വത്ത് പോയാലും, വക പോയാലും, എന്ത് പോയാലും, ഇതെല്ലാം തന്ന കർത്താവ് വീണ്ടും മടക്കി തരാൻ സർവശക്തനാണ്. ഞാൻ അവന്റെ സന്നിധിയിലായിരിക്കേണ്ടതാണ്. ഒന്നാമത് അതിനെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ ഇതിനെ മുറുകി പിടിച്ചോണ്ടിരുന്നാൽ പിന്നെ അവിടെ ഇരിക്കുകയുള്ളൂ. എന്ത് വിശ്വാസം? ഇത് തന്നെയാണ് അന്ന് ചോദിച്ചത്. അത് ജെറമ്യാ ബ്രദറിന്റെ കാര്യമാണ് ചോദിച്ചത്. കട തുടങ്ങിയിട്ട് 2-3 ദിവസമേ ആയുള്ളൂ. കൺവെൻഷൻ ഞാൻ വന്നിരുന്ന ആൾക്കാർ, കടയിൽ ആൾക്കാർ വരുമോ പാസ്റ്ററെ? നോക്കൂ, കുറച്ച് ജംഗ്ഷൻ അല്പം മാറിയ 2-3 ദിവസം കർത്താവിന്റെ നാമത്തിൽ അടച്ചിടപ്പെടേണ്ടി വന്നാൽ ആ ബിസിനസ് വർദ്ധിപ്പിക്കുന്ന ഒരു യേശുവിനെ നിങ്ങൾക്ക് പരിചയം പോലും ഇല്ല ബ്രദർ എന്ന് പറഞ്ഞു. അത് വേദനയായി പോയിരുന്നു. ഞാൻ അത് തന്നെയാണ് പറയേണ്ടത്. ഇന്നും അത് തന്നെയാണ് പറയേണ്ടത്. വേദന ഉണ്ടാക്കുന്നവർ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനി അതേ അവസരത്തിൽ ഇവിടെ ഇരുന്ന് അതുപോലെ അതിനേക്കാൾ പ്രയാസമുള്ള ഒരാള് അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അതല്ലേ ദൈവത്തിന് മഹത്വം പോകുന്നത്? അപ്പൊ പിന്നെ ആരാ വിശ്വാസി? ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കാര്യം പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ആരാ വിശ്വാസി? ഓക്കെ. അപ്പൊ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഒരു കാഴ്ച, അതാണ് വിശ്വാസം. അതിൽ മുറുകെ പിടിച്ചുകൊള്ളുക. നിങ്ങൾക്കറിയാമോ, പഴയ കാലത്ത് സ്വർണം, ഒരു കഥ പറയണം, പെട്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കാം. സ്വർണം അത് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് മൂലകങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ചേർത്ത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ ആ സ്വർണം എന്തെന്ന് പോലും കാണാൻ കഴിയില്ല. പക്ഷെ അതിനെ ഓരോ തവണയും ചൂടാക്കി ഉരുക്കി അടിച്ച് അതിന്റെ ആ വേസ്റ്റ് മുഴുവൻ കളഞ്ഞു കഴിയുമ്പോൾ ഈ അടിച്ചു മെനയുന്നവൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തു യേശുവിന്റെ ഭാവം എന്നിൽ കണ്ടില്ല. ആദ്യം എന്നെ സ്നാനപ്പെടുത്തി സഭയിൽ കൊണ്ടുവന്ന് കർത്താവ് നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ തേജസ് എന്നിൽ കണ്ടില്ല, ക്രിസ്തുവിന്റെ മുഖം അതിൽ കണ്ടില്ല. അതുകൊണ്ട് എന്നെ അടിക്കുകയാണ്. ഈ വചനപ്രകാരം അടിച്ച് ഒരു തവണ നോക്കുമ്പോൾ ഈ പണിയുന്നവന്റെ മുഖം അതിൽ കാണാൻ കഴിയും. മറ്റൊരു ക്രിസ്തു അവിടെ നിർത്തും അടി. അപ്പോൾ പരിശോധന വന്നു, വേദന വന്നു, മുറിവേറ്റു, പലതും നഷ്ടപ്പെടേണ്ടി വന്നു. എന്നിട്ടും ജീവനായവനിൽ മുറുകെ പിടിച്ചപ്പോൾ മറ്റൊരിടത്ത് കർത്താവ് ഇതിന്റെ 7 ഇരട്ടി കരുതിയിട്ടുണ്ട്. പക്ഷെ കത്തിക്കാൻ വെച്ചിരിക്കുന്നതല്ല എന്റെ ജീവൻ മുഴുവനും.
ഈ സ്വർണത്തിന്റെ കാര്യം അതുപോലെയാണ്. അതിനകത്തുള്ള ഇരുമ്പ് വേസ്റ്റ് മുഴുവനും അടിച്ച് കളയുന്നവർ. ഒരു പക്ഷേ വേറെ മെസ്സേജിൽ പറയുന്നുണ്ട്, കർത്താവ് തന്നതായിരിക്കാം. ദാനിയേലിനെ അവിടെ ദാനിയേലിനെ കൊണ്ടുപോകുന്ന സമയത്ത് സിംഹം വരുന്നുള്ള കർത്താവിന് അറിയില്ലേ? ആടിനെ പിടിച്ചോണ്ട് പോകുന്നുള്ള അറിയില്ലേ? വേണമെങ്കിൽ ആദ്യമേ പറഞ്ഞു അങ്ങോട്ട് പോകരുത്, പറഞ്ഞില്ല. എന്താ? അവന്റെ വിശ്വാസവും പരിശോധിക്കണം. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവന് ഒരു സിംഹം, ഒരു കാട്ടിലുള്ള മൃഗത്തിന്റെ ഏറ്റവും രാജാവാ. അത് വന്ന് ആടിനെ പിടിച്ചോണ്ട് പോയപ്പോൾ അവൻ അതിന്റെ പുറകെ പോയി. അവന്റെ വിശ്വാസം, സ്വന്തം ജീവൻ പോലും വില കൽപ്പിക്കാതെ അതിനോടൊപ്പം പോയവനെ കുറിച്ചാ, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവന്റെ വിശ്വാസം ഒന്ന് ആലോചിച്ചു. കാര്യം എന്താ? ആ ആട് എന്റെ അപ്പനാരാ? ദൈവമാ. അപ്പൻ തന്ന ആടിനെ തിരികെ ഏൽപ്പിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന് സിംഹത്തിന്റെ വായ തുറക്കുന്ന കർത്താവായിരിക്കും. ഇതാണ് വിശ്വാസം. നമുക്കെന്ത് വിശ്വാസമുള്ളത്? കാണുന്ന പിശാചിട്ടെന്ന പ്രതികൂലത്തിന്റെ മുമ്പിലൊക്കെ നിന്നിട്ട് ഞാൻ അതിനാണ് മഹത്വം കൊടുക്കുന്നത്. ഇത് വിശ്വാസമല്ല. അതുപോലെ തന്നെയാണ് ദൈവവും ചെയ്തത്. അവൻ ഭൂമിയിൽ കണ്ടെത്തിയ സ്വർണം, അത് നമ്മളാണ്, അവൻ അതിനെ എടുത്ത് പരിശുദ്ധാത്മാവിനാൽ അതിനെ അടിക്കുന്നു. അടിക്കുന്നു മനസ്സിലായല്ലോ? പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് എന്റെ ഇഷ്ടങ്ങളും എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വത്ത് വക സമ്പത്ത് എല്ലാം എനിക്ക് ഭയങ്കര പ്രണയമാണ്. പക്ഷെ ഇതിനെ ചിലതിനെ ഒന്ന് അല്പം നഷ്ടപ്പെടുത്തിയൊന്നുമില്ല. കർത്താവ് തന്ന് നഷ്ടപ്പെട്ടൊന്നും പോകില്ല. ഒന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന അവസ്ഥയിൽ ഒന്നാക്കി തന്നാൽ ഇത് ഒന്നുമില്ലാതെ ശൂന്യതയിൽ തന്ന ദൈവത്തോടൊപ്പം നിൽക്കുമോ, ഈ നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിച്ച് മാറി നിൽക്കുമോ എന്ന് കർത്താവ് പരിശോധിക്കും. അതാ പറഞ്ഞത്, അവൻ നമ്മെ എടുത്തിട്ട്, അവൻ ഭൂമിയിൽ കണ്ടെത്തിയ സ്വർണം നമ്മളാണ്, എടുത്തിട്ട് അവൻ പരിശുദ്ധാത്മാവിനാൽ അതിനെ അടിക്കും. തിരിച്ചും മറിച്ചും പിന്നെയും അടിക്കും. എന്തിനാണെന്നറിയാമോ? അവന്റെ ഒരു പ്രതിബിംബം നിങ്ങളിൽ ഒന്ന് കാണുവാൻ. ഇതാണ് കുശവന്റെ കാര്യം പറയുന്നത്. കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ നാം വിട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ മെനഞ്ഞിരിക്കുന്ന നീ മെനഞ്ഞവനോട് പ്രത്യുത്തരം പറയുന്നുവോ, പ്രത്യുത്തരം പറയാൻ നീ ആറ്, എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങളോട്ട് ഞാൻ അതൊക്കെ വിടുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക്, ഈ പിരിവെട്ട് വിഷയത്തിലേക്ക് വരാണ്. ഒന്ന്, കുറിച്ചുള്ളവർ താല്പര്യമുള്ളവര്, ഒന്നാമത്തെ വിഷയം വിശ്വാസമാണ്. നമുക്ക് വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ്? ലോക ജനത്തിന് കാണാൻ കഴിയാത്തത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വന്നിട്ട് ദൈവത്തിന് എന്നോടുള്ള സ്നേഹ നിമിത്തം അവർക്ക് കാണാൻ കഴിയാത്തതിനെ എനിക്ക് കാണിച്ചു തരും. എന്തൊരു കൃപയാണ്! ആ കാഴ്ച കണ്ടവർ മാത്രമാണ് ആ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി വളർച്ച പ്രാപിക്കുന്നത്, ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുന്നത്. അപ്പൊ വിശ്വാസം പറ്റിയല്ലോ. അപ്പോ ഇനി ഈ വിശ്വാസത്തോട് എന്ത് വേണം? വീര്യം വേണം. അബ്രഹാമിന്റെ കാര്യം നോക്കിയാൽ, ദൈവം ഉപയോഗിച്ച അബ്രഹാമിന്റെ ഓരോരുത്തരുടെ കാര്യം നോക്കിയാലും ധാരാളം പഠിപ്പിക്കാനേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വിശ്വാസിയാണെന്ന് പറയുന്നു. നമ്മളും വിശ്വാസി, നമ്മുടെ കൂടെ ഉള്ളവരും വിശ്വാസി, സ്ഥാനപ്പെട്ട വിശ്വാസി. പ്രതികൂലത്തിന്റെ മുമ്പിൽ വരുമ്പോൾ വിശ്വാസം നമുക്ക് ലഭിച്ചു എങ്കിൽ മാത്രം രണ്ടാമത്തത് അതിനോടൊപ്പം ചേർത്ത് കൊള്ളണം. വീര്യം. എന്താണ് വീര്യം? നോക്കാം. ലൂക്കോസിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടു പോയി. അത് ശരിയല്ലേ? അതെ, യേശുവിൽ നിന്ന് ഒരു വീര്യം, ശക്തി. നോക്കൂ, നാം അവനെ പോലെ ആകുവാനാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. അതാണ് പറയുന്നത്, തിരുവെഴുത്ത് പറയുന്നത്, നമ്മൾ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറപ്പെടുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒരു ക്രിസ്തു വിശ്വാസി, നമ്മൾ സ്ഥാനപ്പെട്ട വ്രതം ശ്രദ്ധിച്ചോളൂ. അതാ ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയും ബൈബിൾ വായന വർദ്ധിച്ചോളൂ. നമ്മളൊരു വിശ്വാസം, നമുക്കൊരു വിശ്വാസം കിട്ടി. എന്താണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നല്ല, ഒന്നാണ്. ഇതാണ് വിശ്വാസം. ഇത് നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് കാണിച്ചത് ഒന്ന് എന്ന്. ഈ കാഴ്ച കാണാത്തവരാണ് ഭൂമിയിലെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന മുഴുവൻ പേരും. അവർ വിശ്വാസിയല്ല, ഒന്നാമത്തെ സ്റ്റെപ്പ് പോലും കണ്ടിട്ടില്ല. ഇതിന്റെ വെളിപ്പാടാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് കർത്താവായ യേശു ക്രിസ്തു. ഈ വെളിപ്പാട് കണ്ടവനാണ് അറ്റ്ലീസ്റ്റ് വിശ്വാസി. അപ്പോ ഇന്ന് ഈ ഭൂമിയിലുള്ള ഒരു ക്രിസ്ത്യൻ, കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ളവര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാത്തത് കൊണ്ട് ആരല്ല? ഇത് നമ്മൾ മനസ്സിലായ പറയണം അവരടുത്ത്. എന്റെ സഹോദരങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? ബന്ധുക്കൾ പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ അവരെ സ്നേഹിക്കുന്നു. കർത്താവ് എന്നെ സ്നേഹിച്ചു. കാര്യം എനിക്ക് മുമ്പേ വചനം കിട്ടിയവൻ അവൻ ഓടി എന്റെ അടുക്കലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവ് അവനെ ഉപയോഗിച്ചു. ഞാൻ എത്ര അവരുടെ അടുക്കൽ പോകുന്നു? കർത്താവിന് എന്താ മറ്റുള്ളവരുടെ സ്നേഹമില്ലേ? കർത്താവിന്റെ വരവ് താമസിപ്പിച്ചിരിക്കുകയില്ലേ? അപ്പൊ ആരൊക്കെയോ വരാനുണ്ട്. അപ്പൊ ഒന്നാമത്തത് നമുക്ക് ലഭിച്ചു വെളിപ്പാട്. ഇത് ലോകം കാണുന്നത്, അക്ഷരം കാണുന്നു, ഇത് കൊല്ലും.
കാണാത്തത് നമുക്ക് വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കാണാൻ കഴിയുന്നത്. കാണാൻ കഴിയുന്നതിന് വിശ്വാസം വേണ്ടല്ലോ. കാണാൻ കഴിയാത്തത് നമുക്ക് കണ്ടു, ദൈവം വിശ്വാസം. ഇനി ഇതിനോടൊപ്പം വീര്യം കൂടണം. എങ്കിൽ എന്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിനായി ഞാൻ വിട്ടുകൊടുത്താൽ ആ കർത്താവ് എന്നിൽ ഇരുന്നു കൊണ്ട് വളർച്ച പ്രാപിക്കും. ആ ആത്മാവ് എന്നിൽ ഇരുന്നുകൊണ്ട് എന്റെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് വളർച്ച പ്രാപിക്കും. അപ്പോൾ ഞാൻ പോലും അറിയാതെ, അതായത് നല്ല പറഞ്ഞത്, നമ്മെ കാണുമ്പോൾ ഓരോരുത്തരും പറയും ഒരു പ്രഭിഷേകം, വീര്യം. ഈ വീര്യത്തിന് വേണ്ടി നോക്കുക. യേശുവെ പോലെ ആകുവാൻ, ആ പാട്ട് ഇവിടെ പാടിയിരിക്കുന്നത്, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ എന്ന് നമ്മൾ പാടുന്നില്ലേ? വെറുതെ പാടി പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ വിടുന്നുണ്ടോ, തയ്യാറാക്കുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. അതൊരു വീര്യത്തിന്റെ ലക്ഷണമാണ്. ഒരു കാര്യം കൂടെ, ഇത് ഓരോന്നും കെട്ടിപ്പടുക്കുമ്പോൾ, വിശ്വാസവും വീര്യവും ഇന്ദ്രിയവും വിശ്വാസവും ഇതെല്ലാം കെട്ടിപ്പടുക്കുമ്പോൾ ഒരു വിശ്വാസി, തികഞ്ഞ ക്രിസ്തു വിശ്വാസി എങ്ങനെയായിരിക്കും എന്നറിയാമോ? എളിമയുള്ളവനായിരിക്കും, താഴ്മയുള്ളവനായിരിക്കും. അവൻ മാവിന്റെ കൊമ്പിൽ നിൽക്കുന്ന ഒരു മാങ്ങ നിന്നാൽ നെളിഞ്ഞു നിൽക്കും, നിറയെ മാങ്ങ ഉണ്ടെങ്കിൽ അത് താഴ്ന്നു നിൽക്കും. അതുപോലെ ക്രിസ്തുവിൽ വളർച്ച പ്രാപിച്ച ഒരുവന്റെ ലക്ഷണമാണ് കർത്താവായ യേശു ക്രിസ്തു. കണ്ണ് കെട്ടി പുറത്തലയൊന്ന് തട്ടിയിട്ട് നിന്നോട് തട്ടിയത് ആരെന്ന് പറ, ഇതിനകത്തുണ്ട്. ആരെന്ന് പറയുമ്പോൾ അവന്റെ അപ്പൂപ്പന്റെ തലമുറ മുതൽ പറയാൻ കഴിവുള്ള യേശുവാണ്. എളിമയോടെ താഴ്മയോടെ നിന്ന കാര്യം എന്താ? യേശു വന്നത് ഇങ്ങനെയുള്ള കാര്യത്തിനല്ല വന്നത്. അവൻ വന്നത് ഈ അടിക്കുകയും ഉപദ്രവിക്കുകയും കൂടെ ചെയ്തവന്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ തന്നെ മരണം വരിക്കണമെന്ന ബോധമുള്ളത് കൊണ്ടാണ് അവന് മറുപടി പറയാൻ പറ്റിയത്. നമ്മൾ അങ്ങനെയാണോ? വീര്യം ഒന്ന് വന്ന്, പരിശുദ്ധാത്മ വന്ന്, 2 രോഗികളും സൗഖ്യമായി, വീര്യപ്രവൃത്തിയും വന്ന് എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. എളിമയുള്ളവനും താഴ്മയുള്ള ഓരോന്നും പണിത് കർത്താവ് പണിയുന്നതിനനുസരിച്ച് താഴ്മ ധരിക്കുന്നവനാണ് റിയൽ ഈ ഫലങ്ങൾ കാഴ്ചവൻ. ഇല്ലാത്തവൻ ഫലം കാഴ്ചവനല്ല. ഓക്കെ, ആരെങ്കിലും വീര്യം നമ്മിൽ നിന്ന് പുറത്തേക്ക് എടുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ചെക്ക് എഴുതി കൊടുത്തിട്ട് പണമില്ല എന്ന് പറയുന്നത് പോലെ വരുമോ? വരില്ല. വീര്യം, വിശ്വാസം വന്നു, ദൈവം ചില സീനുകൾ കാണിച്ചു തന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും, ഇതൊരു ഭാരമാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാരം. ആ ഭാരം എന്തുകൊണ്ട് വരുന്നു? ദൈവ സ്നേഹത്തിൽ നിന്ന്. എന്തിനാ ഭാരം വേണം? ഇതിനകത്ത് പറയുന്നു. ഇപ്പൊ അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ദിവസം കൊണ്ട് എടുക്കാന്ന് വിചാരിച്ചത് ആകെ 2 പേജേ ആയിട്ടുള്ളൂ. 10-30 പേജുണ്ട്, 28 പേജുണ്ട്. ഈ ഭാരം എന്താ ഓർത്തിട്ടാ? എന്റെ യേശുവിന്റെ നാമത്തിന് അപമാനം സംഭവിച്ചു പോയാലോ ഞാൻ നിമിത്തം. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു പാപം എന്നിട്ട് നമ്മൾ മെസ്സേജ് കേട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനോട് സംസാരിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ്, എനിക്ക് ആ ദൈവഭയം വരേണ്ടതിന്റെ ആവശ്യകത എന്ത്? ഇപ്പൊ ഉദാഹരണം, ഞാനൊരു പാസ്റ്റർ, ഇവിടെ ആൾക്കാർ പറഞ്ഞു, ഇവിടെ ഞാൻ ആഭാസനെ പോലെ ജീവിച്ചാൽ ആരുടെ നാമം ദുഷിക്കപ്പെടും? ദൈവനാമം ദുഷിക്കപ്പെടും. അങ്ങനെ ദുഷിക്കപ്പെടാതിരിക്കാൻ ഞാൻ ഭയപ്പെട്ട് ഭാരപ്പെട്ടിരിക്കും. അല്ല, ജീവിതത്തിലുണ്ടാകുന്ന ഭാരമല്ല, ആ ബഹുമാനവും ദൈവത്തിന്റെ നല്ല പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഭാരപ്പെടണം. ആ ഭാരമാണ് ഈ ഫലങ്ങൾ. ഇത് ഓരോന്നും പ്രാപിക്കുമ്പോൾ ഞാൻ എളിമയിൽ, ഇതാണ് യേശുവിനുണ്ടായിരുന്നത്. ഇന്ന് ഒരു ദിവസം എടുത്താൽ തീരില്ല, ക്രമേണ എടുത്താൽ മതിയല്ലോ. എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് വ്യക്തമായി ഈ കാര്യങ്ങൾ ഞാൻ ആദ്യം ചെറുതിനകത്തുള്ളത് തന്നെ പഠിച്ചു പോകാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞ് ഇപ്പൊ തന്നെ നടങ്ങി നിർത്താം, ഇനിയിപ്പോ 11 മണിക്ക് നിർത്താന്ന് വിചാരിച്ചു, 3/4 മണിക്കൂർ തീർക്കും. പക്ഷെ അങ്ങനെ തീർത്തിട്ട് കാര്യമില്ല. 2 കാര്യമായിട്ടുള്ളൂ. നമുക്ക് ഓരോന്നും മനസ്സിലാക്കി. ടൈം എടുത്താലും വേണ്ടില്ലല്ലോ, സമയമുണ്ട്. കർത്താവ് വരാൻ താമസിപ്പിക്കണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മിൽ നിന്ന് എടുക്കാൻ പണമില്ല, ചെക്ക് എഴുതി കൊടുത്തിട്ട് പണമില്ലാത്ത ഒരവസ്ഥ വരില്ല. അവൻ വരണമെങ്കിൽ അവന്റെ ഉള്ളിൽ ഈ ഭാരം വരുമ്പോൾ അവൻ താഴ്മ ധരിക്കുമെങ്കിൽ അങ്ങനെ ഒരാൾ എഴുതി കൊടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല. അവൻ നിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുമെന്നാണ്. കണ്ടോ കർത്താവ് പറയുന്നത്? ക്രിസ്ത്യാനിയായി കാണുവാൻ നാളെ നിങ്ങളെ ഒരു പാപിയായി കാണുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് വീര്യം പുറത്തേക്ക് എടുക്കുവാൻ കഴിയില്ല. ഇന്ന് ക്രിസ്ത്യാനിയാണ് എന്ന്, ഇപ്പൊ ഞാൻ എന്റെ കാര്യം തന്നെ പറയാം, ഒരു പാസ്റ്ററാണ്, അതായത് ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് ഈ ദേശക്കാർ കാണുന്നു. പക്ഷെ ഞാനിപ്പോൾ ഈ ഫലം എന്നിൽ കായ്ക്കുന്നില്ല എങ്കിൽ എന്താണ്? എപ്പോഴോ ഞാൻ അവിശ്വാസത്തിലേക്ക് പോകും. എന്നിൽ നിന്ന് ഞാൻ അറിയാതെ ഒരു വീര്യം പുറപ്പെടുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നിട്ടില്ല. ഈ ലോകത്ത് കിടക്കുന്ന അത്ഭുത അടയാളം വീര്യപ്രവൃത്തിയല്ല. അത് കർത്താവിന്റെ നാമം പറയുമ്പോൾ പിശാചിനറിയാൻ പോവേണ്ടതാണെന്ന്.
ഉദാഹരണം, ഒരു വചനവിരുദ്ധ ലോകത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു അറ്റ്ലീസ്റ്റ് ചീട്ട് കളിക്കുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ടെങ്കിൽ പോലീസ് വന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഇതെല്ലാം വാരി കെട്ടിക്കൊണ്ടവർ ഓടും. ആ പോലീസിനെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ ഈ ദേശത്തിന്റെ വിരുദ്ധമായി കളിക്കുന്നവർക്കറിയാം പോലീസ് വന്നാൽ പിടിച്ചുകൊണ്ട് പോകുമെന്ന്. ആ ബോധത്തിൽ അവർ ഓടുന്നത് പോലെയാണ് യേശുവിന്റെ നാമം പറയുമ്പോൾ രോഗാത്മാവ് വിട്ടുപോണതും ഭൂതം പുറത്തു പോണതും. പിശാചിനറിയാം ഒരു നാമം പറഞ്ഞാൽ പോകണം, എല്ലാം മുഴക്കാലം മടങ്ങുമെന്ന്. അവൻ പറഞ്ഞു, പോയി. ഇനി വിശ്വസിക്കാതെ പറഞ്ഞാൽ പോവേയില്ല. അപ്പോൾ എന്നിട്ടും അവരുടെ ഉള്ളിൽ വീര്യം വരുന്നില്ലല്ലോ. ഈ ക്രിസ്തയേശുവിന്റെ ഭാവം ഇല്ലല്ലോ എന്നല്ലേ പാസ്റ്റർ പഠിപ്പിക്കുന്നു വിചാരിക്കരുത്. അത് ഒറിജിനൽ അല്ല, അത് മായത്താഴ്മ. നമ്മൾ നിനക്ക് സംസാരിച്ചു, അവരിൽ ജീവിതമില്ല. അവരിലുള്ളത് യൂദയുടെ ആത്മാവ്, പണസമ്പാദനം. ഈ ലവോദിക്ക സഭാകാലത്ത് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്നത് മാത്രമേ, എളിമയോ താഴ്മയോ ഈ പറഞ്ഞ ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവത്തിന് മഹത്വം പോകും. ഇവരെന്ത് ചെയ്യുന്നു? ആ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തു നാമത്തെ മാറ്റിയിട്ട് വെറുതെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അതൊട്ട് നാമവുമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് അവരെ ഉപയോഗിക്കാനും കഴിയില്ല. ഈ വീര്യം എന്ന പരിശുദ്ധാത്മാവിനെ ദൈവത്തിന് അവരുടെ ഹൃദയത്തിൽ കൊടുക്കാനും പറ്റില്ല. പക്ഷെ ലോകം വീര്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമുക്ക് വീര്യം ലഭിക്കുമ്പോൾ അത് നമുക്ക് വിശ്വാസത്തോട് ചേർക്കുവാൻ കഴിയുന്നതായിരിക്കണം. വരി ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. ഈ ചർച്ച് വെച്ചിട്ട് ഞാൻ പലപ്പോഴും പറയാണ്ട്, നമ്മൾ പ്ലേ ചെയ്താലും വായിച്ചാലും വീട്ടിൽ നിന്ന് വായിച്ചാലും ഇത് എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ഇത്രയും മനസ്സിലായി. വീര്യം നമ്മിൽ ഉണ്ടായിരിക്കണം. നമുക്ക് വീര്യം ലഭിക്കുമ്പോൾ അത് നമുക്ക് വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കാൻ കഴിയണം. നമ്മൾ ആമേൻ ഹല്ലേലൂയ. പക്ഷേ ഈ വീര്യം നമുക്ക് ലഭിക്കുമ്പോൾ വിശ്വാസം എന്നിൽ നിന്ന് പോയാലോ? സംശയമാണ്. എന്നാലും ഞാൻ കുറെ തീക്ഷ്ണത കാണിക്കും, ഞാൻ രോഗികളെ സൗഖ്യമാക്കും, വചനം പറയും, സുവിശേഷം പറയും, ജനങ്ങളെ നേടും. അപ്പോഴും വിശ്വാസം ഇല്ലെങ്കിലോ? ഈ വിശ്വാസത്തോടൊപ്പമാണ് വീര്യത്തെ ചേർക്കാൻ. ഇതൊന്നും വിട്ടുകളയാൻ പാടില്ല. നമ്മൾ ഈ വിഷയം ഇവിടെ എടുക്കുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ്. 6 വർഷമായി ചർച്ച തുടങ്ങിയിട്ട് വീണ്ടും എടുക്കുകയാണ്. ശ്രദ്ധിച്ചോളുക. ഈ ലഭിച്ച ഓരോന്നും കരുതിക്കൊണ്ട് വേണം മറ്റൊന്ന് നേടി ഇതിനോടൊപ്പം ചേർക്കാൻ. കർത്താവിന്റെ വരവിൽ ഈ ഫലങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കണം. അവനാണ് ഒരു യേശു ക്രിസ്തുവിന്റെ മാതൃക ഉണ്ടാവുന്നത്. അതുകൊണ്ട് ലഭിച്ചതിനെ വിട്ടിട്ടല്ല ക്രിസ്തുയേശുവിന്റെ ഭാവം എനിക്കുണ്ടെന്ന് പറയാൻ. ഓരോന്നും നമ്മൾ ക്രിസ്തു നമ്മിൽ പണിയും തോറും എളിമ ധരിക്കുക, താഴ്മ ധരിക്കുക, ക്രിസ്തുയേശുവിന്റെ ഭാവത്തോടുകൂടെ ആ ദൈവ ഭയം എന്ന് വെച്ചാൽ ആ ഭാരത്തോടുകൂടെ നിൽക്കുമ്പോഴാണ് ദൈവം എന്നിൽ വളർച്ച കാണുന്നത്. ആത്മീയമായുള്ള ദൈവം എന്നിൽ കാണുന്ന വളർച്ച അപ്പോഴാണ്. ഇല്ലെങ്കിലോ അത് വളർച്ചയല്ല, ദൈവം കണക്കിടുന്ന വളർച്ചയല്ല. അപ്പോ വീര്യം നമുക്ക് ലഭിക്കും. നമുക്കത് വിശ്വാസത്തോടാണ് കൂട്ടിച്ചേർക്കേണ്ടത്. ആ സമയത്ത് വിശ്വാസം നമ്മിൽ ഉണ്ടായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട ഉടനെ സംശയം വരരുത്. ചിലപ്പോൾ സംശയം വന്നാലും കൺഫേം ചെയ്യുക, പരിശുദ്ധമായി ചോദിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഈ വെളിപ്പാട് ലഭിച്ചവരെ വിളിക്കുക, കൺഫേം ചെയ്യുക, മുമ്പോട്ട് പോവുക. ഓക്കെ, അതാണ് അടുത്ത അടിസ്ഥാനം. വിശ്വാസം കൊണ്ട് മാത്രം ഒന്നും സാധിക്കുകയില്ല. പത്രോസ് പറഞ്ഞു, പത്രോസല്ല പരിശുദ്ധ വിശ്വാസത്തോട് വീര്യം കൂട്ടിക്കൊള്ളുവേൻ. അപ്പോൾ നമ്മൾ ഒന്നാമത് പഠിച്ചതാണ്, ഒരു വീട് പണിയുമ്പോൾ ബേസ്മെന്റ് ഫൗണ്ടേഷൻ ആണ് ആദ്യം. മണ്ണിന് അടിയിലുള്ള കരിങ്കല്ല്, അതിന്റെ ഏറ്റവും മൂലയ്ക്ക് ഒരു കല്ല് വയ്ക്കും. ആ കല്ലിന് നേർരേഖയിലും സമാന്തരവുമായിട്ടാണ് അടുത്ത കല്ല് പണിയുന്നത്. അപ്പൊ ഈ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തു. ആ മൂലക്കല്ലാണ് നമ്മുടെ ഹൃദയത്തിലിരുന്ന ആദ്യത്തെ അടിസ്ഥാനം, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ നിന്നാണ് വിശ്വാസം വരുന്നത്. അവിടെ മുതൽ പണിയുകയാണ്. പക്ഷെ ഏറ്റവും മൂലക്കാര കർത്താവ്, പരിശുദ്ധാത്മാവ്. അത് മണ്ണിനടിയിൽ ഇടുന്നതിന്റെ മുകളിൽ വരുന്നതാണ് പിന്നെ ബേസ്മെന്റ്. അപ്പൊ ഫൗണ്ടേഷൻ മണ്ണിനടിയിൽ. ഇത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ, അവർക്ക് വചനം കിട്ടിയത് ദൈവം മൂലക്കല്ലിൽ നിന്ന്. എന്നിട്ട് മണ്ണിന് മുകളിൽ പണിയുന്നതാണ് ഇന്ന് പുതിയ നിയമസഭയിലെ അപ്പോസ്തലന്മാർ. അപ്പൊ തിരികെ നോക്കിയാലോ, അപ്പോസ്തലന്മാർക്ക് വചനം എവിടെ നിന്ന് കിട്ടി? പഴയ നിയമത്തിലെ. അത് നിഴൽ, ഇത് പൊരുൾ. യേശു വരുന്നതും അനുഗ്രഹങ്ങളും അബ്രഹാമിന്റെ അനുഗ്രഹവും വാഗ്ദത്തമല്ലേ നമുക്കുള്ളൂ, അധികമായിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അത് മുഴുവൻ അവിടെ നിന്ന് വന്നു. അബ്രഹാമിനോടെ നിന്നു, ദൈവത്തിൽ നിന്ന് വന്നു. അപ്പൊ ആ മൂലക്കല്ലിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വന്ന് ബേസ്മെന്റ് മണ്ണിനടിയിലുള്ള പഴയ നിയമത്തിലെ മണ്ണിന് മുകളിൽ ഒരു ഫൗണ്ടേഷൻ ബേസ്മെന്റ് വന്നു. ഇനി നമ്മൾ ആരാണ്? ഈ ഫൗണ്ടേഷന്റെ മുകളിൽ വന്ന ബേസ്മെന്റ്. ഈ ബേസ്മെന്റിന്റെ മുകളിൽ ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിന്റെ മുകളിൽ കല്ലുകൾ വയ്ക്കണം.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്ന ദൈവത്തിന്റെ കല്ലുകളാണ് നമ്മൾ. ഈ കല്ലിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മുടെ രീതിയിലായിരുന്നു. അതിനെ ചെത്തി വെടിപ്പാക്കണം. അതിനാണ് സഭ വെച്ചിരിക്കുന്നത്. ദൈവഹിതപ്രകാരം പണിയണം. എങ്ങനെ പണിയണം? ആ മൂലക്കല്ലിൽ ഇട്ടിരിക്കുന്ന ക്രിസ്തു നിയന്ത്രിക്കും ഈ ഭവനം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന്. അതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ബേസിക് അടിസ്ഥാനം വിശ്വാസം. ഇത് വിട്ടുകളയാതെ വേണം അടുത്ത വീര്യം ഇതിനോടൊപ്പം ചേർക്കാൻ. അപ്പോ ദൈവത്തിന്റെ ഹിതപ്രകാരം പണിയുന്ന വീടാണ്. നിങ്ങൾക്ക് അത് ഇല്ലാത്തതിന്റെ കാരണം എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ അനേകം സഭകളും നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നു. ഏതാണ്? വിശ്വാസമുണ്ട്, അത് മതി. വിശ്വാസം ബൈബിൾ എന്ന് പറയുന്നു, യാക്കോബ് 2:14, 20, 26 പറയുന്നു, ഹേ വ്യർത്ഥ മനുഷ്യ, നിനക്ക് ഒരുവന് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും അതിന്റെ പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്ത് ഫലം? അബ്രഹാം കൂടെ പ്രവൃത്തിയാലല്ലോ വിശ്വസിച്ചത്. അപ്പൊ വിശ്വാസി 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 എന്ന് പറയുന്നത് വെറുതെ പറയുകയാണ്. അപ്പോൾ ഒരു കാഴ്ച കാണിപ്പാൻ തക്കാനുള്ള ആത്മാവ് വന്നിട്ടില്ല. അടുത്ത സ്റ്റെപ്പ് പണിയുന്നതിനും നിർദ്ദേശിക്കുന്നതിനും നമ്മളെ വഴി നടത്തുന്നതിനുള്ള ആത്മാവ് ഉള്ളിൽ വന്നിട്ടുമില്ല. അതുകൊണ്ടാണ് ആ കെട്ടിടം ഒരു നിൽപ്പിൽ തന്നെ നിൽക്കുന്നത്. ദൈവത്തിന് അതിന്റെ മേൽ പണിയാൻ കഴിയില്ല. നോക്കൂ, പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വാസത്തോട് വീര്യം കൂട്ടിക്കൊള്ളുവേൻ. വീര്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? നോക്കൂ, നമുക്ക് വീര്യം ഉണ്ടായിരിക്കണം. രോഗിയായിരിക്കുന്ന ഒരു സ്ത്രീ, ഒരു രക്തസ്രാവക സ്ത്രീ വന്ന ഒരു ഉദാഹരണം പറയാമോ? രോഗിയായിരുന്ന ആ സ്ത്രീ സൗഖ്യമാക്കുന്നതിന് ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു പോയെങ്കിൽ അതേ ശക്തി തന്നെ അവന്റെ സഭയിലും ഉണ്ടായിരിക്കണം. ജനങ്ങൾക്ക് നൽകുന്ന ശക്തി അവനിൽ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ജനങ്ങൾക്ക് ഇന്നും നൽകുന്ന ശക്തി നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കണം. ഇവിടെ സഭ എന്ന വാക്കിലാണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ വിചാരിക്കും ഒറ്റ വാക്ക് സഭ, ഇവിടെ എല്ലാവർക്കും ഉണ്ടാകണം. ഈ ശക്തി ഏതാണ്? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് സഭയിൽ ഉണ്ടായിരിക്കണം. അവിടെയും നമുക്ക് തെറ്റുപറ്റാം. എന്നാൽ അവിടെ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അല്ല അതിന്റെ അർത്ഥം. ആ പരിശുദ്ധാത്മാവ് ദൈവം കാണുന്ന സഭ ഞാൻ എന്ന വ്യക്തിയാണ്. എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഞാനാകുന്ന ഭവനത്തെ, ദൈവത്തിന്റെ ഭവനം, ക്രിസ്തു എന്നിൽ വസിക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നിൽ ഇരുന്ന് പണിയുവാൻ ഞാൻ വിട്ടുകൊടുത്ത് ദൈവം പണിയുന്ന ഒരു ഭവനം ആണെങ്കിൽ എന്നിൽ നിന്ന് ശക്തി പുറപ്പെടും, വീര്യം ഉണ്ടായിരിക്കും. ഇത് എന്നിൽ ഉണ്ടായിരിക്കണം. നോക്കൂ, നിങ്ങളുടെ ശക്തി പുറത്തേക്ക് നൽകുന്നതിന് മുമ്പായി നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കണം. എന്താണ്? വിശ്വാസം. അതിനാൽ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടിക്കൊള്ളണം. ആമേൻ. നിങ്ങൾക്കത് മനസ്സിലായോ? വേണമെങ്കിൽ ദീർഘമായ ഒരു സമയം ഇതിലേക്ക് ചെലവഴിക്കാം, എന്നാൽ നമുക്കതിന് സമയമില്ല. ഓക്കെ, അപ്പോൾ ദൈവം ആദ്യം വിളിച്ചിട്ട് ഒരു വചനം നൽകുന്നു. ആ വചനത്തിന്റെ വെളിപ്പാട് നൽകുമ്പോൾ, വെളിപ്പാട് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്തത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം അല്ലാത്തതിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വെളിപ്പാട് തന്നു. അത് നാമമല്ല എന്നാണ് ആദ്യത്തെ വെളിപ്പാട് നമുക്ക് തരുന്നത്. മാത്രമല്ല, ഇത് 3 വ്യക്തികൾ എന്ന് പറയുന്നു. ഇവിടെ നാമത്തിൽ ഒരു നാമം, പക്ഷെ അവിടെയും അവർ തെറ്റിക്കുന്നു. മനഃപൂർവ്വം പറഞ്ഞു കൊടുത്താലും അപ്പോൾ അതിന്റെ വെളിപ്പാട് നമുക്ക് കിട്ടത്തെ മുറുകെ പിടിക്കണം. ഇതിന്റെ വെളിപ്പാട് നമുക്ക് കിട്ടി, ഇതിൽ മുറുകെ പിടിച്ചു. ഇനി കെട്ടിപ്പടുക്കുവാനുള്ളത്. അപ്പോൾ വീര്യം ലഭിക്കുമ്പോഴും വിശ്വാസം ഉണ്ടായിരിക്കണം. ആദ്യം ദൈവം നമുക്ക് നൽകിയ കാഴ്ചപ്പാടിൽ മുറുകെ പിടിക്കണം. എന്താണ്? വചനം. വചനത്താൽ കേൾവി വരുന്നു, കേൾവിയാൽ വിശ്വാസം വരുന്നു. കേട്ട് കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ ആകാംക്ഷ ഉണ്ടാവും. കർത്താവേ, ഒരു വിളി. അപ്പോൾ ഒരു സീൻ കാണിച്ചു തരും. ആ സീൻ കാണുന്നവനാണ് മാത്രമാണ് വിശ്വാസി. ഓക്കെ, അപ്പോ അടുത്ത സ്റ്റെപ്പിൽ പോവാണ്. വിശ്വാസം നമുക്ക് മനസ്സിലായി, വീര്യം എന്തെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തതിലേക്ക് പോവുകയാണ്. മൂന്നാമത്തായി പരിജ്ഞാനം ഉണ്ടായിരിക്കണം. എന്താണ് പരിജ്ഞാനം? നോക്കാം. എന്തിനോടാണ്, ആർക്കാണ് പരിജ്ഞാനം നൽകുന്നത്? വിശ്വാസം ലഭിച്ച് നിലനിർത്തി അതിന്റെ വിശ്വാസത്തിന്റെ ജീവിതം ലഭിച്ച് അതിനോടൊപ്പം വീര്യം നൽകി ആ വീര്യത്തെയും ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിച്ച് അതിനെ, ആ വീര്യത്തെ വിശ്വാസത്തോടുകൂടെ എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവൻ,
ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവൻ ആ വീര്യത്തെ വിശ്വാസത്തോടുകൂടെ ചേർത്ത് ബിൽഡപ്പ് ചെയ്തു. അവനാണ് അടുത്ത് പരിജ്ഞാനം കൊടുക്കുന്നത്. ഇല്ലാത്ത നമുക്ക് ദൈവം നൽകില്ല. എന്തെന്നറിയാമോ, ഇത് ദൈവം വെച്ച സിസ്റ്റമാണ്. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം, എന്റെ വീട് പണിയുമ്പോൾ ഞാനാണ് മേസ്ത്രിയെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം അറിയാം. എന്നാൽ മറ്റൊരു മേസ്ത്രിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കറിയാമെങ്കിൽ ലാസ്റ്റിൽ ഇതിന്റെ ഭാരം മുകളിൽ കോൺക്രീറ്റ് വെച്ചാൽ, അല്ലെങ്കിൽ ഇത്രയും ചല്ലി സിമന്റ് മണലും എല്ലായിട്ട് കുഴച്ചു വെച്ചാൽ അതിന് വേണ്ടുന്ന കല്ലുകളോ അതിന് വേണ്ടുന്ന ഉറപ്പുള്ള ഇഷ്ടികകളോ അല്ല വെച്ചതെങ്കിൽ അത് ഇടിഞ്ഞു വീഴുമെങ്കിൽ അതിന്റെ മുകളിൽ ഭാരം അടുത്തത് വെക്കില്ല. അറിയാവുന്ന വ്യക്തി. നമ്മുടെ ഉള്ളിൽ പരിജ്ഞാനം നൽകണമോ വേണ്ടയോ എന്ന് കർത്താവിനറിയാം. എനിക്ക് വെറുതെ പറയാം, ഇതെല്ലാം എന്റെ സഭയെ പഠിപ്പിച്ച് ഇതെല്ലാം എന്നിലുണ്ട്. പക്ഷെ ആദ്യത്തെ വിശ്വാസം പോലും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടോ ഉടനെ വിളിക്കും, പാസ്റ്ററെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അങ്ങനെ എഴുതിയിരിക്കുന്നു, ഇത് ഏത് ശരി? ഇതെന്ത് വിശ്വാസം? ഞാൻ നമ്മുടെ പറഞ്ഞല്ല, അങ്ങനെ ആകരുത്. ഉറച്ചോളണം. ഓരോന്നിലും ഉറച്ചുറച്ച് പോയാൽ മാത്രമേ അടുത്തത് ലഭിക്കുകയുള്ളൂ. ആ ലഭിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തും മഹത്വം കിട്ടിയെന്ന് കർത്താവ് നോക്കും. ആ കുളക്കടവിൽ ആയിരക്കണക്കിന് രോഗി കിടന്നപ്പോൾ കർത്താവ് ഒരുവനും സൗഖ്യമാക്കി. എന്തിനാണ്? അവൻ മാത്രമേ ദൈവത്തിന് മഹത്വം കൊടുക്കുള്ളൂ. ആ നന്ദിയോടുള്ള ജീവിതവും സാക്ഷ്യവുമായി വിളിച്ചു പറഞ്ഞ് അവന്റെ ജീവിതം അവൻ ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അവനാണ് വിശ്വാസി. അപ്പോൾ ആയിരക്കണക്കിന് രോഗി ഉണ്ടായെങ്കിലും ഒരുവന് മാത്രമേ നൽകൂ. അതുപോലെ വിശ്വാസം കർത്താവ് നമുക്ക് നൽകി. അത് എഫെസോസ് സഭകാലത്ത് എല്ലാം ഉണ്ടായിരുന്നു. നമ്മളിവിടെ പഠിപ്പിച്ചാണ്. എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ദൈവം ഇവിടെ ഉണ്ടായിരുന്ന 7 കാര്യങ്ങളെയും തിരികെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഓരോന്നോരോന്നോരായിട്ട് ഈ വിശ്വാസം ഓരോന്ന് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ലവോദിക്ക സഭാകാലത്താണ്. ഇവിടെ ഗോതമ്പിനെ ശേഖരിക്കുന്നതിന് മുമ്പ് ഇവിടെ ആയിരുന്നപ്പോൾ നമുക്ക് ഇതൊന്നും ലഭിച്ചില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ട് ആ പുരോഹിതന്മാർക്ക് നമുക്ക് പഠിപ്പിച്ചു തരാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഉടനെ തന്നെ കർത്താവ് കൊണ്ടുപോവുകയല്ല ചെയ്തത്. ദൈവഹിതപ്രകാരമല്ല എന്റെ വളർച്ച, അതുകൊണ്ട് എന്നെ ഇവിടെ നിർത്തി. അതാണ് ഞാൻ ഇസ്രായേലിൽ നിന്ന് വന്നിട്ട് 40 വർഷം കൊണ്ട് പൊഴിയേണ്ടതിനെല്ലാം പൊഴിച്ച് കളഞ്ഞിട്ട് എടുക്കേണ്ടുന്നത് അതിനെ മാത്രം കർത്താവ് എടുത്ത് ബാക്കി അവിടെ. എന്നിട്ടോ അവിടെ കടന്നത് എല്ലാ ഗോത്രത്തിൽ നിന്നും അവിടെ കടന്നു. അവന്മാരെന്താ കണ്ടത്? മല്ലന്മാരെയും വൻമതിലുകളെയും കണ്ടിട്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞു കർത്താവ് നോക്കിക്കൊള്ളും. അതാ വിശ്വാസം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു. കണ്ടതിലല്ല കാണാത്തതിലുള്ള ഉറപ്പായിരുന്നു. അതുപോലെ കർത്താവ് എന്നെ വിളിച്ചെങ്കിൽ എന്ത് തകർച്ച വരുമെന്ന് പറഞ്ഞാൽ ശരി തന്നെ. ഇന്ന് ആരാധനയാണ്, ഞാൻ പോയിരിക്കും. ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ്. അത് പഴയ നിയമത്തിൽ ശബത്ത്, ഇന്ന് ശബത്തില്ലെങ്കിലും ഇന്ന് കർത്താവിന്റെ ദിവസം, അത് ആരാധനയ്ക്കുള്ളതാണ്. എങ്കിൽ ഞാൻ പോയിരിക്കണം. അവിടെയാണ് ദൈവം നമുക്ക് എന്തുണ്ട്? വിശ്വാസമെങ്കിൽ നമുക്ക് നൽകിയ ദൈവം എന്റെ ജീവനെ പെട്ടെന്ന് എടുത്ത് കളയും എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ. അപ്പൊ ആ കാഴ്ച കാണാൻ കഴിയില്ല. വിശ്വാസം ആദ്യത്തെ സ്റ്റെപ്പേ ആയിട്ടില്ല. പിന്നെ ഞാൻ ഇതിനൊക്കെ എത്രത്തിന് ആമേൻ ഹല്ലേലൂയ പറഞ്ഞ് എന്തൊക്കെ ചാട്ടം ഓട്ടം ചെയ്താലും ബേസിക്കേ ശരിയല്ല. പിന്നെ എന്ത് വിശ്വാസിയാ? ഒന്നും കെട്ടാൻ വിടാൻ പറ്റില്ല. അപ്പൊ ദൈവമാണ് മുകളിലേക്കുള്ള ഈ പരിജ്ഞാനം നൽകണമെങ്കിൽ. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി ഒരു മോളോട് ഇരിക്കുകയാണ്, കൊച്ചുമോളാണ്. അവൾ എൻ്റെ അടുത്ത് 1 രൂപ ചോദിക്കണം, അങ്ങളെ എനിക്ക് മുട്ടായി വാങ്ങിക്കാൻ 1 രൂപ. മോളെ ഇരിക്കട്ടെ 500 രൂപ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ ആലോചിച്ച് നോക്കും. അവൾ അതുകൊണ്ട് എന്തൊക്കെ ചെയ്തോന്ന് അവൾക്ക് തന്നെ അറിയാത്ത തരത്തിൽ അവൾ നശിച്ചതിന് ദുരുപയോഗം ചെയ്യും. അപ്പോൾ അവൾക്ക് അത് ചെലവഴിക്കാൻ കഴിയാൻ പറ്റും എന്നൊരു പ്രാപ്തി എനിക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴേ നൽകുള്ളൂ. ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ കർത്താവ് വിശ്വാസം നൽകി, വിശ്വസ്തയോടെ നിന്നു. അതുകൊണ്ട് ദൈവനാമ മഹത്വത്തിന്റെ ഒരു വളർച്ച എന്നിലുണ്ടായി. ആത്മീയ വളർച്ച. എന്ത് ചെയ്യും? വീര്യം നൽകി. ആ വീര്യത്തെയും നിലനിർത്തിക്കൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ഞാൻ ജീവിച്ചുവെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? പരിജ്ഞാനം നൽകും. ഈ പരിജ്ഞാനം ലഭിക്കുമ്പോൾ എന്താ ഗുണം വരുന്നത്? ഉദാഹരണം പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവും. ദൈവത്തിന്റെ ഒരു രീതിയാണ്, ബൈബിളിലുള്ളതാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് മത്തായി 28:19 പറഞ്ഞു. നമുക്ക് അറിയാവുന്നത് മറ്റുള്ളവർ പറയാൻ പറ്റുന്ന ഒരു കാര്യം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞു. ഇതിനിടയിൽ പരിശുദ്ധാത്മാവ് വേണം. അവനാണ് പരിജ്ഞാനം നൽകുന്നത്. നിങ്ങൾ മാളിക മുറിയിൽ കൂടിയിരുന്ന് ശക്തി ധരിച്ച ശേഷം അവൻ പറയുന്നത് കേൾക്കും. അവൻ നൽകും പരിജ്ഞാനം. എന്താണ് പിതാവിന്റെ പേരെന്നും എന്താണ് പുത്രന്റെ പേരെന്നും എന്താണ് പരിശുദ്ധാത്മാവിന്റെ പേരെന്നും നൽകും. നൽകിയത് പച്ചക്ക് എഴുതി വെച്ചിട്ട് ബൈബിളിൽ. ഇങ്ങനെ അല്ലാത്തൊരു സ്നാനമില്ല. എന്തുകൊണ്ടാ? ഒന്നാമത്തെ അടിസ്ഥാനം വിശ്വാസം പോലും ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിന് ആ സംഘടനാ സഭകൾക്ക് വീര്യം കൊടുക്കാൻ പറ്റുന്നില്ല. പരിജ്ഞാനം, ഓരോ വചനവും എന്താണ് അതിനകത്ത് ദൈവം ഉദ്ദേശിച്ചതെന്ന പരിജ്ഞാനത്തോടുകൂടി എടുത്തു പെരുമാറാൻ കഴിയാത്ത പുരോഹിത വർഗമാണ്. അവർക്കത് പഠിപ്പിക്കാനും പറ്റുന്നില്ല.
ദൈവകൃപയാൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവര് വീണ്ടും ജ്ഞാനത്തിലും അവരുടെ പുരോഹിതനിലും ഇത്രയും ജനത്തെ, നോഹയുടെ കാലത്ത് പോലെ ഇത്രയും ജനത്തെ കൊല്ലുമോ? അതെ, കൊല്ലുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കുറിച്ച് നിങ്ങൾ വിശ്വാസം വെച്ചിരിക്കുന്ന, പ്രത്യാശ വെച്ചിരിക്കുന്ന ഇതേ യേശു ക്രിസ്തു തന്നെ നിങ്ങളെ കൊന്നുകളയും. നോഹയുടെ കാലത്ത് പറയേണ്ടത് പോലെ തന്നെ ഇനി കാലമില്ല. തുടക്കകാലമെങ്കിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരു വ്യക്തി പോകുന്ന ഒരു പാപ വഴിയിലാണ്. അവിടെ സിംഹോ കടുവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവല് കേട്ടാ, അങ്ങോട്ട് പോവരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഓടിച്ച് തന്നെ പിടിച്ചു കൊണ്ടുവരും, ഇല്ലേ? എന്തുകൊണ്ടാ? അത് രക്തബന്ധം. മറ്റതാ എന്തെങ്ങനെ പോട്ട്. യേശു അങ്ങനെയില്ല, കാലം തീർന്നു. ഇതാ അപ്പോസ്തലന്മാര് പറഞ്ഞു. നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് മടങ്ങി ഇവിടെ വന്നപ്പോ അവർ എന്ത് ചെയ്തു എന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴും ക്രിസ്തുവിൽ അവർ താഴ്മ, അവരുടെ ആത്മീയ വളർച്ചയിൽ അവർ താഴ്ച, ക്രിസ്തേശുവിലെ ഭാവം നോക്കൂ. യേശു ക്രിസ്തു ഏറ്റവും മുകളിൽ കർത്താവ് ഇവിടെ വന്ന് ഭൂമിയിൽ ഏതൊരു മനുഷ്യനും താഴാത്ത അത്ര തരത്തിൽ കുഴി മാന്തി അതിനടിയിൽ കൊണ്ടുവന്നിട്ടിട്ടും യേശുവിന്റെ വിശ്വാസം പോയില്ല. എബ്രായ ബാലന്മാരെ കടികളുണ്ട്. ഈ 1 ഇരട്ടിയല്ല 7 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടും അവരെ വിശ്വാസം പോയില്ല. അവര് പറഞ്ഞത് എത്രയും പെട്ടെന്ന് പിടിച്ചിട്ട്, കാര്യം എന്റെ രക്ഷകൻ അതിനകത്ത് നിൽക്കുകയാണ്. അത് കണ്ടു, അതാണ് വിശ്വാസം. ഈ 1 ഇരട്ടി വർദ്ധിപ്പിക്കേണ്ട, നമ്മൾ വരില്ല, ചർച്ചിലും വരില്ല, വിശ്വാസികളല്ല, ഒന്നുമല്ല, എല്ലാം കളഞ്ഞിട്ടങ്ങ് പോകും. അപ്പോ നമുക്ക് ലഭിച്ച കാഴ്ച, ഒന്നാമത്തെ വിശ്വാസം, അതാണ് കാഴ്ച. വിശ്വാസത്തിന് മറ്റൊരു പേര് കാഴ്ച എന്നാണ്. കാണാത്തതിന് കാണാനുള്ള കാഴ്ച. അപ്പോൾ ഒരു വീര്യം, അത് കഴിയുമ്പോൾ പരിജ്ഞാനം. അപ്പൊ പരിജ്ഞാനം നൽകണമെങ്കിൽ വിശ്വാസം നമ്മൾ ഉണ്ടായിരിക്കണം, വീര്യം ഉണ്ടായിരിക്കണം. ഇത് നിലനിർത്തുക മാത്രമല്ല, ഇത് രണ്ടും നൽകിയപ്പോൾ ഞാൻ എന്തു ചെയ്തു? അതുകൊണ്ട് എന്റെ ആരോഗ്യത്തിനും എന്റെ സമ്പത്തിനും എന്റെ സ്വത്തിനും എന്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചുവോ? ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിച്ചുവോ? കർത്താവ് നൽകിയതോ നൽകാൻ ആഗ്രഹിക്കുന്നതോ എന്തിനു വേണ്ടി? പ്രവാചകന്റെ മെസ്സേജ് പറഞ്ഞിരിക്കുകയാണ്, എന്തിനു വേണ്ടി? ദൈവനാമ മഹത്വത്തിനായിട്ട് ആണെങ്കിൽ ദൈവം വളർത്തിക്കൊണ്ടുപോകും. ഇല്ല, അത് ദൈവനാമത്തിന് അപമാനമാണെങ്കിൽ അത് മറ്റൊരു വഴിക്ക് പോകും. അപ്പോൾ എവിടെ ഉണ്ടായിരിക്കും? സഭയിൽ തന്നെ ഉണ്ടായിരിക്കും. കാര്യം എന്താ? എല്ലാ കൂട്ടരും ഇവിടെ വേണം. മുഴുവചനവും രഹസ്യങ്ങളിലൂടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു നിമിഷം കഴിച്ചേക്കാം, ഒരു നിമിഷം. ഇരിക്കാം. രാത്രിയല്ലേ, മണി 10 ആലസ്യം ഉണ്ടാവും. ഒരു 11 മണിക്ക് നിർത്താം. ഇവിടെ പറഞ്ഞെന്താ? നമ്മളിങ്ങനെ പറഞ്ഞാൽ അവരെന്ത് പറയും? അപ്പോസ്തലന്മാരെല്ലാം മർമ്മങ്ങൾ തുറന്നു. അവിടെ അവരും തുറന്നു, ഞങ്ങൾ മർമ്മമായിട്ട് അത്രേ പ്രസ്താവിക്കുന്നത്. ഇവിടെ പറയുന്നതാ, മുഴുവചനവും രഹസ്യങ്ങളിലൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന് അല്ലെങ്കിൽ പരിജ്ഞാനത്തിന് മാത്രമേ അത് വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ഓരോ വാക്കും ഒരു ആമേൻ കൊണ്ട് അടയാളപ്പെടുത്തും. എപ്പോൾ? ഇപ്പൊ വായിച്ചതാ. ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ ബ്രദറിന്റെ കാര്യം പറഞ്ഞു. ഓരോ നെഗറ്റീവ് പറയുമ്പോഴും ആമേൻ പറയരുത്. എന്താണ് പറയുന്നതെന്ന് തിരിച്ചറിയുന്നത് എന്റെ ബുദ്ധിക്കാണെങ്കിൽ എനിക്ക് വെളിപ്പെടില്ല. എല്ലാറ്റിനും ഞാൻ ആമേൻ പറഞ്ഞിട്ടിരിക്കും. പക്ഷെ ഈ പരിജ്ഞാനത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വന്നാൽ, അത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇവിടെ അടുത്ത് പറയുന്നത് എന്തെന്നത് പോലും നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടും. അത് തന്നെ അടുത്തുവിടുന്ന് വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു ആമേൻ കണ്ട കർത്താവ് മുന്നമേ എന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി. അടുത്ത് പറയാൻ പോകുന്നതാ. ലഭിച്ചിട്ടുണ്ട്, ദൈവകൃപയാ ലഭിച്ചതുകൊണ്ടാ പറയുന്നത്. നിങ്ങളും അതുപോലെ ഇരുന്നാൽ, ഒരു വിഷയം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കണക്ക് ഒരു പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ വരും. എനിക്ക് കിട്ടിയത് ഞാൻ ചിന്തിച്ചപ്പോഴും അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. മുമ്പിൽ ഒന്ന് വചനം പ്രസംഗിച്ചിരുന്ന ഒരു വ്യക്തി ഒരു വചനം പറഞ്ഞിരുന്നപ്പോൾ ഞാൻ അടുത്തൊരു വചനം എനിക്ക് ഓർമ്മ വന്നു. ഈ വചനം കൊണ്ടൊന്ന് പറയും. ഉടൻ തന്നെ അദ്ദേഹം പെട്ടെന്ന് സൈഡിൽ ചരിഞ്ഞ് നോക്കുകയും ചെയ്ത് ആ വചനം അവിടെ വിളിച്ചു പറയുകയും ചെയ്തു. അതുപോലെ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന്റെ ഒപ്പം ചേർന്ന് പോകുന്ന കാര്യം എന്താ? നിങ്ങൾ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതല്ല. ഈ ഒരു വചനം മെസ്സേജ്, ഇത് ഒരു ആൾ രൂപം എന്ന കണക്ക് നിങ്ങൾ അതിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആത്മാവിൽ ഒരു ക്രിസ്തു വിശ്വാസിയുടെ വളർച്ച നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് എന്തൊക്കെ ചേർക്കണമെന്ന് ദൈവം തന്നെ ഈ ബൈബിളിലെ പല ഭാഗത്ത് കിടക്കുന്ന വചനത്തിൽ ക്രോഡീകരിച്ചു തരും.
അത് നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടുന്ന പെട്ടെന്ന് കർത്താവ് എനിക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ഓ ആമേൻ, ഓ കർത്താവേ, ഇതാണ് കൂട്ടായ്മ. ക്രിസ്തയേശുവിലെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിനാലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ ഇത് പ്രവാചകൻ അങ്ങനെ നിങ്ങൾ ഇനി പല മെസ്സേജ് ആക്കുമ്പോൾ ശ്രദ്ധിച്ചോ, പ്രവാചകൻ പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ സഭയിലിരിക്കുന്ന ജനങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും. അവിടെ ഇരുന്നുകൊണ്ട് ആ മറുപടി പറയും. അവിടെ ഇരുന്നവൻ അവന്റെ ഉള്ളിൽ വന്ന സംശയത്തിന്റെ മറുപടി ഇവിടെ പറഞ്ഞുകൊണ്ട് പോകും. എത്രയോ മെസ്സേജുകൾ ഉണ്ടെന്ന് അറിയാമോ? ഇതൊക്കെയാണ് കൂട്ടായ്മ. പക്ഷെ അവരിവിടെ വന്നിരുന്നിട്ട് വളർച്ച പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരുവാൻ ദാഹിച്ച് വന്നപ്പോഴല്ല, ഇന്നലെയല്ല, ചിലപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമുക്ക് ബുധനാഴ്ച മീറ്റിംഗ് ഉണ്ട്. അടുത്ത ആഴ്ച വരെയും അല്ലെങ്കിൽ ബുധനാഴ്ച വരെ അടുത്ത് വീണ്ടും വീണ്ടും ദൈവവചനം കേട്ട് 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 ആ ക്രിസ്തുവിൽ എന്റെ ഉള്ളിൽ ആത്മീക മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്നെങ്കിൽ നമ്മൾ അളക്കുന്ന അളവിനാൽ അളന്ന് കിട്ടും. അത് വീട്ടിൽ നിന്ന് ബൈബിൾ വായിച്ചാലും കിട്ടും. കാര്യം എന്താ? പരിശുദ്ധാത്മാവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ ആരാലും ഉപദേശിക്കേണ്ടതില്ല, അവൻ പരിശുദ്ധാത്മാവ് നൽകിക്കൊള്ളും. നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച് കർത്താവ് നമുക്ക് നൽകും. ഓക്കെ, അപ്പം ദൈവവചനം മുഴുവനും മർമ്മമായി സംസാരിച്ചിരിക്കുന്നു. അത് എന്ത്, ഏത്, എപ്പോൾ, എങ്ങനെ എന്ന് പറഞ്ഞു തരുന്നതിനാണ് പരിജ്ഞാനം. നമ്മുടെ ഉള്ളിൽ ഉപദേശിച്ചു തരും. അപ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കണം, വീര്യം നിലനിർത്തണം. അവന് മാത്രമേ അത് വിനിമയം ചെയ്യുവാനും വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനായിട്ടും ദൈവം അടുത്ത സ്റ്റെപ്പ് കൂടെ നൽകുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് നൽകുകയില്ല. അപ്പോൾ അതാ പറഞ്ഞത്, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് എന്താണോ ദൈവം ഉദ്ദേശിച്ചത് എന്നത് എന്റെ ഹൃദയത്തിൽ കിട്ടുമ്പോഴാണ് ആമേൻ. മനസ്സിലായോ? വചനത്തിന് ആമേൻ പറ, വചനത്തിന് ആമേൻ പറ എന്ന് പ്രസംഗങ്ങൾ പാസ്റ്റർമാര് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. രാമേൻ പറ, രാമേൻ പറ, നിർബന്ധിച്ച് പറയണം. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. വചനത്തിനല്ല ആമേൻ പറയേണ്ടത്. തെറ്റിദ്ധരിക്കരുത്. ഒരു വചനം പറയുമ്പോൾ ആ വചനത്തിൽ ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്നും മറഞ്ഞിരിക്കുകയാണ്. ആ മറഞ്ഞിരിക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് എന്റെ ഹൃദയത്തിൽ കിട്ടുമ്പോൾ എനിക്ക് കർത്താവിനുള്ള നന്ദിയാണ് അറിയാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്തിരിക്കുന്ന ആള് വരിക, ഒരു വചനം വായിച്ചിട്ട് ഇത്രയും ആമേൻ പറയേണ്ട ആവശ്യം തോന്നുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ വചനം മാത്രമല്ല കിട്ടിയത്, ഈ വചനത്തിന്റെ മുഴുവൻ ഉദ്ദേശങ്ങളും ആ ഹൃദയത്തിൽ ദൈവം നൽകി. അവരാണ് ദൈവമായിട്ടുള്ളൊരു കൈവഴി. അവരാണ് ദൈവത്തിന് സ്തോത്രവും ബഹുമാനവും കൊടുത്തുകൊണ്ടേയിരിക്കും. ആരാരും പിടിച്ചു വയ്ക്കാനും പറ്റില്ല. ഓക്കെ, നമ്മൾ അങ്ങനെ ആവുക, അതാണ് ദൈവ ഇഷ്ടം. ഓക്കെ, നിങ്ങൾ വളർന്നു വരികയാണ്. നോക്കൂ, എന്തിനോടൊപ്പം? വിശ്വാസത്തോടും വീര്യത്തോടും ഒപ്പം നിങ്ങൾ വളർന്നു വരുമ്പോൾ അത് നിങ്ങളിൽ ഉണ്ട് എന്ന് കാണുമ്പോൾ ദൈവം പിന്നെ പരിജ്ഞാനം കൂടെ നൽകുന്നു. എഫെസോസ് സഭയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഓരോന്നും നൽകുമ്പോൾ ഓരോ സഭാകാലങ്ങളിൽ നമുക്ക് ഇവിടെ വെച്ച് ലഭിച്ചത് നഷ്ടപ്പെട്ടു, പിശാച് എല്ലാം തകർത്ത് കളഞ്ഞതിന് കർത്താവ് ഇപ്പോൾ ലാസ്റ്റ് ലവോദിക സഭാകാലത്ത് കൊണ്ടുവന്ന് ഇതെല്ലാം പകർന്നു തരികയാണ്. ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് പരിജ്ഞാനം നൽകുന്നത്. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ ആഴങ്ങൾ മനസ്സിലായി തുടങ്ങുന്നത്. ബിഗിനിങ്, ആഴങ്ങൾ ഗ്രഹിച്ചു തുടങ്ങുന്നത് പരിജ്ഞാനം വരുമ്പോഴാണ്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിവേചിച്ചറിഞ്ഞ് എന്തിന്, ആർക്ക്, എപ്പോൾ, എങ്ങനെ എന്നതൊക്കെ മനസ്സിലാകും. അല്ല പിതാപുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പെട്ടാൽ എന്താണ്? യേശു അങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷെ യേശു എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ് വരുമ്പോഴോ ഞാൻ പറഞ്ഞതിനെ യോഹന്നാൻ 14:26 ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. ആ ഉപദേശം കേട്ട് നിലനിൽക്കുന്നവനാണ് പരിജ്ഞാനം പ്രാപിച്ചവൻ. അപ്പൊ പരിജ്ഞാനം ലഭിക്കുമ്പോഴാണ് അതിന്റെ ഉദ്ദേശം എന്തെന്നും അതിന്റെ ഉപദേശം വരികയും ചെയ്യുന്നത്. ആ പരിജ്ഞാനത്തിൽ നിൽക്കുന്നവനാണ് ദൈവം അടുത്ത ഘട്ടം നൽകുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ വളർന്നു വരികയാണ്, എന്താ പരിജ്ഞാനം ദൈവം നൽകുന്നു. അവ അങ്ങനെ ഈ പരിപൂർണ മനുഷ്യനെ പണിയുകയാണെന്ന് മനസ്സിലാകുന്നുവോ? ഏത് പരിപൂർണ മനുഷ്യൻ? ക്രിസ്തയേശു എന്ന പരിപൂർണ, പൂർണ്ണ പരിപൂർണ. ഇനി അതിനകത്തൊന്നും പൂർണ്ണപ്പെടുത്താനില്ല. അത്രത്തോളം പരിപൂർണനായിരിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക്, ഇതാ സ്നേഹം, ജീസസ് ലവ്, ജീസസ് ക്രൈസ്റ്റ്. ഈ സ്നേഹമാകുന്ന കർത്താവിലേക്ക് ഈ വിശാലമായ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൂട്ടം ജനത്തെ ഇവിടെ നിന്ന് അവിടെ നിന്നെന്ന പോലെ കർത്താവ് ഒരു പരിപൂർണ മനുഷ്യനെ വാർത്തെടുത്തുകൊണ്ട് വരികയാണ്. സ്തോത്രം. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കാര്യം ക്രിസ്തുവിന്റെ പരിപൂർണതയിലേക്ക്, പരിപൂർണമായ മനുഷ്യനിലേക്ക് വളരുവാൻ ഏക വഴി ഒന്ന് മാത്രമേ ഉള്ളൂ: എളിമ ധരിക്കുക, താഴ്മ ധരിക്കുക. ഇടയ്ക്ക് വെച്ച് ലഭിച്ചു എന്നോ ബൈബിൾ അങ്ങനെ ലഭിച്ചു എന്നോ അങ്ങനെ എന്തോ ഒരു ഭാവം നമ്മൾ ഉണ്ടായി കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ അത് പോകും. നിൽക്കുന്നു എന്ന് പറയുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. അതുകൊണ്ട്
ഓരോന്ന് ലഭിക്കും തോറും ക്രിസ്തുവിൽ താഴ്മയുള്ളവരായിരിക്കുക. എന്നാൽ നാം ഒരു സംഘടന പണിയുകയല്ല, സംഘടനാ സഭ പണിയുന്നത് പോലെ പണിയുകയല്ല. ഇന്ന് രാവിലെ ഞാൻ ഇവിടെയുള്ള ഒരു സംഘടന പണിയുകയല്ല ചെയ്യുന്നത്. ക്രിസ്തു എന്നെ ഒരിക്കലും സംഘടന പണിയുവാൻ അയച്ചിട്ടില്ല. ആദ്യത്തെ സംഘടന എന്താണ്? വിശദമായി ചെറുത് പറയാം. ആദ്യത്തെ സംഘടന ഏതാണ്? ഏദൻ തോട്ടത്തിലാണ് തുടങ്ങിയത്. എന്താണ് സംഘടന? ദൈവത്താൽ അല്ലാതെ തന്നെ ഒരു സംരക്ഷണമാണ് സംഘടന. അതാണ് ഡിനോമിനേഷൻ. ഡി എന്ന് വെച്ചാൽ നോമിനേറ്റഡ്, നാമകരണം ചെയ്യപ്പെടാത്തത്. ഈ സംഘടനാ സഭകൾ ഡിനോമിനേഷൻ വെച്ചാൽ അതുകൊണ്ടാണ് ആ നാമത്തിലൊന്നും ചെയ്യാത്തവര്. അവരാ നാമത്തിന് ശത്രുവാണ്. അതുകൊണ്ടാണ് നാമങ്ങളുടെ ട്രാക്ക് കൊണ്ടും അവർ നമ്മളെ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഡിനോമിനേഷൻ, നാമം ഇല്ലാത്തത്, നാമകരണം ചെയ്യപ്പെടാത്തത്. അങ്ങനത്തെ ഒരു സഭയല്ല ഇവിടെ കെട്ടിപ്പടുക്കുന്നത്. നോമിനേറ്റഡ് സഭയാണ്. നാമത്താൽ എല്ലാം, അടിസ്ഥാനം മുതൽ പാദം മുതൽ തല വരെയും ഒറ്റ നാമം, ഒറ്റ അടിസ്ഥാനം, കർത്താവായ യേശു ക്രിസ്തു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും പിതാവ് വെട്ടി തീയിലിടും. വൈക്കോല് കൊണ്ടോ മറ്റെന്തുകൾ കൊണ്ട് പണിതല കത്തിച്ചു കളയുന്ന ദൈവവചനം. വചനം കൊണ്ടും അല്ല പണിയേണ്ടത്, വെളിപ്പാട് കൊണ്ടാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. വെളിപ്പാട് എന്താണ്? വചനത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതാണ് വെളിപ്പാട്. ആ വെളിപ്പാടിലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. നോക്കുക, അത് ക്രിസ്തുവിന്റെ പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു.